Hello friends, വീണ്ടും ഞാൻ തന്നെ ഇത്തവണ നമ്മൾ ഫിസിക്സിൽ ഒന്നാമത്തെ പാഠമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഫിസിക്സ് മാത്സ് ഒക്കെ നിങ്ങൾ വലിയ സംഭവമൊന്നും നിങ്ങൾ കരുതേണ്ട ആവശ്യമില്ല. എനിക്ക് ഭയങ്കര എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ആയിരുന്നു ഫിസിക്സിൽ ഒന്നാമത്തെ രണ്ടാമത്തെ പാഠം. പക്ഷെ പല കുട്ടികൾക്ക് എന്താണ് ഭയങ്കര ടഫാണ്, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വിഷയം ഉണ്ടാറുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ പറഞ്ഞു തരാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാൻ വന്നിരിക്കുന്നത്. മൂന്നാമത് മുതൽ എന്ത് ചെയ്യാനാവില്ല, എന്നെ കൊണ്ട് താങ്ങൂല, മാത്സും കൂടെ പഠിപ്പിക്കുന്ന സ്ഥിതിക്ക്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യണം, മാത്സ് ഒഴിവാക്കി ഫിസിക്സിലേക്ക് വരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഞാൻ വളരെ വിഷമത്തോടെയാണ് നിന്ന് ഫിസിക്സ് ഒഴിവാക്കിയിട്ട് മാത്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തെ പാഠത്തിൻ്റെ ഫോക്കസ് ഏരിയ റിവിഷനാണിത്. ഈ പാഠത്തിൽ നിന്ന് എല്ലാ വർഷവും ഒരൊറ്റ ക്വസ്റ്റ്യനാണ് ചോദിക്കാറുള്ളത്. അതൊന്നെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് കുട്ടികൾക്ക് എന്തുണ്ടാവും, ഒരു സന്തോഷം വരാണ്ടല്ലേ. കാരണം എന്താ, മൾട്ടിപ്പിൾ ചോയ്സ് ഒക്കെ ആണെങ്കിൽ ഏതാ അല്ലേ, ട്രൂ ആണോ ഫോൾസ് ആണോ, ട്രൂ ഫോൾസ് ചോദിച്ചാൽ മതി. പക്ഷെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ, കോപ്പി അടിക്കാൻ പാടില്ല. നമുക്ക് അർഹതപ്പെട്ട മാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ വാങ്ങാൻ പാടുള്ളൂ. ഓക്കെ, ഈ പാഠത്തുനിന്ന് കാലങ്ങളായിട്ട് കഴിഞ്ഞ എത്രയോ വർഷത്തിനിടയ്ക്ക് ഒരു വർഷം ഒഴിച്ച് ബാക്കി എല്ലാ വർഷവും ക്വസ്റ്റ്യൻ ചോദിച്ചത് ഫണ്ടമെന്റൽ ഫോഴ്സസ് എന്നുള്ളൊരു സെക്ഷനിലാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാനൊക്കെ പ്രതീക്ഷ ആ സെക്ഷൻ തന്നെയായിരിക്കും ഫോക്കസ് ഏരിയ എന്നാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ സെക്ഷൻ അല്ല ഫോക്കസ് ഏരിയ വന്നിരിക്കുന്നത്. സെക്ഷൻ 1.2 എന്ന് പറഞ്ഞാൽ സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് ഫിസിക്സ് ആണ്. ആ പോർഷൻ ഞാൻ ഇന്നേ കാലത്തിനിടയ്ക്ക് എന്ത് ചെയ്തിട്ടില്ല, വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ വായിച്ച് നോക്കുമ്പോഴും എനിക്ക് എന്ത് ചെയ്തിട്ടില്ല, വലിയൊരു എക്സൈറ്റ്മെന്റ് ഒന്നും അത് വായിച്ചിട്ട് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് തോന്നുകയാണ് എന്നോട് എന്തായാലും പറയണം കേട്ടോ, പക്ഷേ ഞാനത് വായിച്ച് എക്സൈറ്റഡ് ആയിട്ടുണ്ട് എന്നൊക്കെ. പക്ഷെ 5 മിനിറ്റ് കൊണ്ട് ഈ പരിപാടി തീരും. എങ്ങനെയാണ് ഇതിന്ന് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഈ സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് ഫിസിക്സിൽ വന്നിരിക്കുന്നത്, അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഫിസിക്സിനെ നമുക്ക് ബേസിക്കലി 2 മേഖലയായിട്ട് തിരിക്കാം, 2 ഡൊമൈൻസ് ആയിട്ട് തിരിക്കാം. എന്തൊക്കെയാണത്? ഒന്നാമത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് മാക്രോസ്കോപ്പിക്. ഈ മുദ്ര ശ്രദ്ധിക്കണേ, മാക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താ, മാക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താ, മാക്രോ വലുത്. ആൻഡ് രണ്ടാമത്തത് മൈക്രോ എന്ന് പറഞ്ഞാൽ വളരെ ചെറുത്, മൈക്രോ അല്ലേ. അപ്പൊ ഈ 2 മേഖലയായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഫിസിക്സിനെ തിരിക്കും. മാക്രോസ്കോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് കാണുന്ന ഒരുപാട് കാര്യങ്ങൾ. എന്തൊക്കെയാണ് അതിൽ വരുന്നത്? മെക്കാനിക്സ്, ബസ് പോകുന്നു, കാറ് പോകുന്നു, ഭൂമി കറങ്ങുന്നു, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വരുന്നു, പിന്നെന്താ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും എന്താണ്, മെക്കാനിക്സ് എന്നുള്ള ഫസ്റ്റ് സെക്ഷൻ. ഓക്കെ, രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ തെർമോഡൈനാമിക്സ്, ചൂട്, പിന്നെ ഹീറ്റ് എനർജി, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് തെർമോഡൈനാമിക്സ് എന്നുള്ള ഇതിൽ മാക്രോസ്കോപ്പിക്കിൽ വരുന്നത്. മൂന്നാമത്തതോ ഒപ്റ്റിക്സ്, വെളിച്ചം, ലൈറ്റിന്റെ പല പ്രോപ്പർട്ടീസും നമ്മൾ 10ാം ക്ലാസ്സിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ +2 എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ കുറച്ചും കൂടെ കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ +2ൽ അതിൻ്റെ കുറച്ചും കൂടി ഡീപ്പ് ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒപ്റ്റിക്സിലെ റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും എന്നുള്ള 2 സെക്ഷനിൽ എന്ത് ചെയ്യും, നമ്മൾ പഠിക്കും. ആൻഡ് നാലാമത്തത് ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ 10 പഠിച്ചാണ്, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ വിഷ്വലി ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാ കാര്യങ്ങളും മാക്രോസ്കോപ്പിക് ഡൊമൈനിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതിനങ്ങ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെ പഠിക്കുന്ന ഇതിനെ നമ്മൾ എന്താ, പണ്ടത്തെ ഫിസിക്സ് എന്നൊക്കെയാണല്ലേ നമ്മൾ പറയാം, ക്ലാസിക്കൽ ഫിസിക്സ്. ഇതൊക്കെ എന്താണ്, ക്ലാസിക്കൽ ഫിസിക്സ് എന്നുള്ള സെക്ഷനിലാണ് എന്ത് ചെയ്യുക, ഇതിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, അപ്പൊ റെഡി ആണല്ലോ. ഫിസിക്സ് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 1 മാക്രോസ്കോപ്പിക് ആണ്, 2 മൈക്രോസ്കോപ്പിക് ആണ്. അപ്പൊ മൈക്രോസ്കോപ്പിക്കിൽ എന്താ വരിക, മൈക്രോസ്കോപ്പിക്കിൽ വരുന്നത് ആറ്റംസ്, അതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ്, ഇന്റർ അറ്റോമിക് ഫോഴ്സസ്, അങ്ങനത്തെ ഒരുപാട് കാര്യം നമുക്ക് കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്ത് വരിക, മൈക്രോസ്കോപ്പിക് ഡൊമൈനിൽ വരിക. അത് 2 ക്ലിയർ ആണോ? ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേരാണ് വെച്ചാൽ ക്വാണ്ടം ഫിസിക്സ് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, പല സ്ഥലത്തും അതിൽ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ അതൊക്കെയാണ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സ്റ്റഡീസ് വരുന്നത്. ഓക്കെ, അപ്പൊ എന്താ ഈ പാഠത്തിൽ ഇനി എങ്ങനെ ചോദ്യം വരിക എന്നുള്ളതാണ് അല്ലേ. അതായത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഫിസിക്സ് 2ആയി തരംതിരിച്ചിരിക്കുന്നു, 1 മാക്രോസ്കോപ്പിക്, 1 മൈക്രോസ്കോപ്പിക്. ഓക്കെ, മാക്രോസ്കോപ്പിക്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 4 ഡൊമൈൻസ് ആയിട്ട് തിരിക്കാം. 1 മെക്കാനിക്സ്, മോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, റൊട്ടേഷൻ, മോഷൻ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തത് തെർമോഡൈനാമിക്സ്, ഹീറ്റ് എനർജി. നിങ്ങളൊക്കെ പിന്നെ തെർമോഡൈനാമിക്സിന്റെ 3 പാഠം ഉണ്ടായിരുന്നു അല്ലേ +1ൽ. നിങ്ങൾ നമ്മളെ ഫസീസർ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഹീറ്റ് എൻജിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ വരുന്നത് ഒപ്റ്റിക്സ്, പിന്നെ ഇലക്ട്രോ ഡൈനാമിക്സ്. അതേ സ്ഥാനത്ത് മൈക്രോയിൽ വരുമ്പോൾ ആറ്റംസിന്റെ ന്യൂക്ലിയർ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് വരിക. അതിന്റെ സ്റ്റഡിക്ക് ക്വാണ്ടം ഫിസിക്സ് എന്നൊക്കെ പറയും. ഇനി എങ്ങനെ ഇതിന്ന് ചോദ്യം വരിക മിക്കവാറും ഒരു ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. ട്രൂ ഓർ ഫോൾസ് അല്ല, ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും. അതായത് ഏതെങ്കിലും ഒരു സ്റ്റഡി കാണിച്ചുകൊണ്ട്, ഇത് നോക്കിക്കോ, 2018 മാർച്ചിൽ ഏകദേശം ഈ ഒരു ഫീൽഡിലാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്ത്, ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് that was developed to understand and improve the working of heat engines
ഹീറ്റ് എൻജിൻസിന്റെ വർക്കിംഗ് ആയിരിക്കും. ഏതാ നിങ്ങൾ പറയും? ഒപ്റ്റിക്സ് ആണോ? അല്ല. ഇലക്ട്രോണിക്സ് ആണോ? അല്ല. ഇലക്ട്രോഡൈനാമിക്സ് ആണോ? അല്ല. എന്താണ്? തെർമോഡൈനാമിക്സ് അല്ലെ? അപ്പം ഇതുപോലത്തെ ഒരു ചോദ്യമായിരിക്കും മിക്കവാറും വരാം. ഓക്കെ, അതായത് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഈസ് റിലേറ്റഡ് ടു, ഒന്നെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും, എങ്ങനെ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ഫീൽഡ് ഏതാണെന്ന് ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിലോ ഒരു ട്രൂ ഓർ ഫോൾസ് ഒക്കെ എന്ത്, ദ മോഷൻ ഓഫ് എ ബസ്, ദ സ്റ്റഡി ഓഫ് ദ മൂവ്മെന്റ് ഓഫ് എർത്ത്, അതെന്താണ്? മാക്രോസ്കോപ്പിക് ഡൊമൈൻ ആണോ മൈക്രോസ്കോപ്പിക് ഡൊമൈൻ ആണോ എന്നുള്ള രീതിയിൽ ചോദിക്കാം. അല്ലെങ്കിൽ ദ സ്റ്റഡി ഓഫ് ഇന്റർ അറ്റോമിക് ഫോഴ്സസ്, ഇന്റർ ന്യൂക്ലിയർ ഫോഴ്സസ്, ഇൻട്രാ ന്യൂക്ലിയർ ഫോഴ്സസ്, അതെന്താണ്? മൈക്രോസ്കോപ്പിക് ഡൊമൈൻ ആണോ മാക്രോസ്കോപ്പിക് ഡൊമൈൻ ആണോ എന്ന് ചോദിക്കാം. അപ്പം ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കൺസെപ്റ്റ് ജസ്റ്റ് അവിടെ മനസ്സിൽ വെച്ചാൽ മതി. മാക്രോ എന്ന് പറയുന്നത്, മാക്രോയിൽ ഒരു കാര്യം കൂടെ ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ ലബോറട്ടറിയിലൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എക്സ്പെരിമെന്റ് ഒക്കെ മാക്രോസ്കോപ്പിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് ചോദിച്ചാൽ നിങ്ങൾ എന്താണ്, നമുക്ക് കാണുന്നതൊക്കെ മാക്രോസ്കോപ്പിക് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് എന്തായാലും വരിക, കാരണം എനിക്ക് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും, ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ് എനിക്ക് കിട്ടിയത് കഴിഞ്ഞ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്. ബാക്കിയൊക്കെ ഫോഴ്സ് ഏതാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണോ നല്ലത്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിൾ സെക്ഷനാണ്. 1 മാർക്കിനെ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. 1 മാർക്കിന് നമ്മൾ ഈ തന്നിരിക്കുന്ന ഈ ഒരു ഡയഗ്രാം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് നോക്കുക. ക്ലാസിക്കൽ ഫിസിക്സ് അതേപോലെ തന്നെ ക്വാണ്ടം ഫിസിക്സ് എന്നീ രണ്ട് പേരുകളും കൂടെ ഓർത്ത് വെക്കുക. മൈക്രോസ്കോപ്പിക് ഡൊമൈൻ ആൻഡ് മൈക്രോസ്കോപ്പിക് ഡൊമൈൻ, ഇത്ര മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ എന്താണ്, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് വല്ലാതെ എക്സൈറ്റ്മെന്റ് ഒന്നും ഇത് തോന്നിയിട്ടില്ല എന്നുള്ളത് എനിക്കും തോന്നിയിട്ടില്ല. ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഈ ലെസൺ കഴിഞ്ഞു നമ്മൾ അടുത്ത സെക്കൻഡ് പാഠം കൂടി ഇന്ന് തന്നെ ചെയ്യും. പിന്നെ ഒരു 10 മിനിറ്റിന് ശേഷം എന്താ അതിൻ്റെ ലൈവ് ഉണ്ടാവും. അതും കൂടെ കഴിഞ്ഞിട്ട് എന്താ, ജസ്റ്റ് ആ 1.2 സെക്ഷൻ എന്താ ഒരു 10 മിനിറ്റ് മാക്സിമം മതി. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾ വെറുതെ ഇവിടെ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഇവർക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇങ്ങനെ മനസ്സിൽ ഒന്ന് ഓർത്ത് വെക്കുക. എന്താ മീൻസ് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ നോക്കുക. ചിലപ്പോൾ അതെങ്ങനെ വന്നാണെങ്കിലോ നിങ്ങൾക്ക് മാത്രം മാർക്ക് കിട്ടും. സോ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, 5 മിനിറ്റ് ഒക്കെ ഇതിന് ധാരാളമാണ്. സോ എന്താണ്, മാക്രോസ്കോപ്പിക് ഡൊമൈൻ മൈക്രോസ്കോപ്പിക് ഡൊമൈൻ. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, ഫിസിക്സിലെ 2ാമത്തെ പാഠം ഫോക്കസ് ഏരിയ പഠിക്കാൻ പോവാണ്, യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ. ഇത് കുറച്ച് വലിയ പാഠമായിരുന്നു, പക്ഷേ ഇതിലാകെ 2 സെക്ഷനേ ഉള്ളൂ. സെക്ഷൻ 1.2 SI യൂണിറ്റ്സും പിന്നെ ഡയമെൻഷൻ അനാലിസിസ് എന്നുള്ളൊരു പാഠമാണ്. സാധാരണയായിട്ട് ഈ പാഠത്തു നിന്ന് ഡയമെൻഷൻ അനാലിസിസ് എന്നും പിന്നെ അതേപോലെ തന്നെ എറർ എന്നുള്ള ഒരു സെക്ഷനിലാണ് ക്വസ്റ്റ്യൻസ് വരാറ്. ഇത്തവണ എന്തില്ല, എറർ എന്നുള്ള സെക്ഷൻ ഇല്ല. ഡയമെൻഷൻ അനാലിസിസും SI യൂണിറ്റ് വളരെ ചെറിയൊരു പാർട്ടാണ്. ഓക്കെ, ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ഒരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്, എന്താ പറയുക, നിങ്ങൾക്ക് ഒരു വാർണിംഗ് തരികയാണ്. അതായത് ഡയമെൻഷണൽ അനാലിസിസ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കണം, നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള എക്സ്പെണൻസിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ മനസ്സിലാവില്ല, ഈ പാഠത്തിലുള്ള കൺസെപ്റ്റ് ഒക്കെ മനസ്സിലായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യന് ആൻസറിലേക്ക് എത്താൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പ്രോബ്ലം ഞാൻ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റേജെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പം ഈ ഒരു സ്ട്രീമിങ്ങിലെ ലൈവിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പോയിട്ട് ആ ബേസിക്സ് പഠിക്കേണ്ട. നിങ്ങൾ ലൈവ് മൊത്തം കാണുക. കൺസെപ്റ്റ് നിങ്ങൾക്ക് എന്തായാലും ക്ലിയർ ആവും. പക്ഷേ ആൻസർ എങ്ങനെയാണ്, അവിടുന്ന് എങ്ങനെ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ എത്തിയെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായില്ല വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളെ ആപ്പിൽ എന്തുണ്ട്, മാത്സ് ബേസിക്സിൽ എക്സ്പോണൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സെക്ഷൻ വളരെ ക്ലിയർ ആയിട്ട് എന്തിട്ട് നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സെക്ഷൻ പോവുക. അതായത് ആപ്പ് ഓപ്പൺ ചെയ്താൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കഴിഞ്ഞാൽ മാത്സ് ബേസിക്സ് ഉണ്ട്. അതിൽ എക്സ്പോണൻസ് എന്നുള്ള സെക്ഷൻ ഉണ്ട്. ആ സെക്ഷൻ ഇപ്പം മാത്രമല്ല, നിങ്ങൾക്ക് അങ്ങോട്ട് ആവശ്യമുള്ളൊരു കാര്യമാണ്. അത് പഠിക്കുക. അത് പഠിച്ചതിന് ശേഷം ആ സമയത്തേക്ക് എന്തുണ്ടാവും, ഈ ഒരു വീഡിയോ തന്നെ ആപ്പിൽ എത്തിയിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ ഈ വീഡിയോയുടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നോട്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ നോട്ട്സ് ഉപയോഗിച്ചിട്ട് ഒന്നും കൂടെ ആ സെക്ഷൻ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് റീവൈൻഡ് ചെയ്യുക. അല്ലാതെ എന്ത് ചെയ്യുന്ന, ഡയമെൻഷൻ അനാലിസിസിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ആരെന്ത് പറഞ്ഞാലും കാര്യമില്ല, എക്സ്പീരിയൻസ് അറിയില്ല, നിങ്ങൾക്ക് ആൻസർ കിട്ടില്ല എന്നുള്ള കാര്യം 100% ഷുവർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഏറ്റവും ബേസിക് കൺസെപ്റ്റ് മുതൽ അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് അതായത് നമ്മൾ ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ക്വാണ്ടിറ്റീസിനെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസും നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇതൊക്കെ ജസ്റ്റ് ഞാൻ ആ SI യൂണിറ്റ്സിലേക്ക് എത്താൻ വേണ്ടി പറയാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷേർഡ്, അതായത് മെഷർ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നീളം മെഷർ ചെയ്യാം അല്ലേ വോളിയം, ഈ ബോട്ടിൽ എത്ര വെള്ളമുണ്ട്, എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അതൊരു മെഷറബിൾ ക്വാണ്ടിറ്റി ആണ് അല്ലേ. വോളിയം അല്ലെങ്കിൽ ഫോഴ്സ്, എത്ര ഫോഴ്സിലാണ് നാം വണ്ടി ഇടിച്ചത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മെഷറബിൾ ആണ്. അതേ സ്ഥാനത്ത് നോൺ മെഷറബിൾ ആയിട്ടുള്ളത് എന്തുണ്ട്, ഈ സ്ക്രീന് അല്ലെ ഈ ബിൽഡിങ്, അതൊക്കെ എന്താണ്, ഒരു നോൺ മെഷറബിൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പം നോൺ മെഷറബിൾ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പം എന്താണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ മെഷറബിൾ ആണ്. മെഷറബിൾ അല്ലാത്ത ബാക്കി ക്വാണ്ടിറ്റീസിനൊക്കെ നമ്മൾ നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തന്നെ എന്തുണ്ട്,
രണ്ട് തരത്തിലുണ്ട്, രണ്ടെണ്ണുണ്ട്. ഒന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും വേറൊന്ന് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്ക്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ എനി അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫോർ ഇറ്റ്സ് മെഷർമെന്റ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ലെങ്ത്, നീളം എന്ന് പറഞ്ഞാൽ ലെങ്ത്, അത് വേറെ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്താണ് അതിന്റെ നീളം? അതിന്റെ നീളം തന്നെ അല്ലേ, ഇത്ര മീറ്റർ ആണ്. അതേ സ്ഥാനത്ത് സമയം, അതും എന്തില്ല, വേറെ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നു. അതേ സ്ഥാനം നമ്മൾ വെലോസിറ്റി അല്ലെ സ്പീഡ് എടുക്കുകയാണെങ്കിലോ, സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്റ്റൻസ് ബൈ ടൈം. അതായത് ഡിസ്റ്റൻസ് എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയെയും അതേപോലെ തന്നെ ടൈം എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആരുള്ളത്, സ്പീഡ്. അതേപോലെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ടൈം, ആക്സിലറേഷൻ, ഫോഴ്സ്, അങ്ങനെ ഒരുവിധം എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണ്, ബാക്കി ക്വാണ്ടിറ്റീസ് ആയിട്ട് ഡിപ്പെൻഡന്റ് ആണ്. അങ്ങനെ ഡിപ്പെൻഡന്റ് അല്ലാത്ത എത്ര ക്വാണ്ടിറ്റീസ് ഉണ്ട്, 7+2. അതായത് ടോട്ടൽ 7+2 ആണ് എന്നുള്ളത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ. അത് ഏതൊക്കെയാണെന്ന് ഞാനിപ്പോൾ അടുത്ത സ്ലൈഡ് പറഞ്ഞുതരാം. അതല്ലാത്ത ബാക്കി മുഴുവൻ ക്വാണ്ടിറ്റീസ് എന്താണ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ, അപ്പം ക്വാണ്ടിറ്റിയെ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് തരംതിരിച്ചു. പിന്നെയോ ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ തന്നെ നമ്മൾ വേറെ ഒന്നുമായിട്ട് ഡിപ്പെൻഡന്റ് അല്ലാത്ത ക്വാണ്ടിറ്റീസിനെ നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്നും, അതേപോലെ തന്നെ വേറെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്തു, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസുമായി പഠിച്ചു. ഇനി നമുക്ക് SI യൂണിറ്റ്സിലേക്ക് വരാം. SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് യൂണിറ്റ്സ് നമുക്ക് ഓൾറെഡി അറിയാം. എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും നമ്മൾ പറഞ്ഞു മെഷറബിൾ ആണ്. അപ്പൊ ചുമ്മാ ഒരു വാല്യൂ പറഞ്ഞാൽ പോരാ, അത് എന്ത് യൂണിറ്റിലാണെന്ന് കൂടി പറയണം അല്ലെ. അതായത് ഇവിടുന്ന് എൻ്റെ വീട്ടിലേക്കുള്ള ദൂരം അത് 4 ആണ് അല്ലെ 40 ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് 40 കിലോമീറ്റർ ആണോ 40 മീറ്റർ ആണോ എന്നുള്ളത് കൃത്യമായി പറയണം അല്ലെ. അപ്പോൾ വോളിയം, ആ ബോട്ടിലെ വെള്ളം അത് 300 എന്ന് പറഞ്ഞാൽ 300 മില്ലി ലിറ്റർ ആണോ 300 ലിറ്റർ ആണോ എന്നുള്ളത് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു. അതിനാണ് നമ്മൾ യൂണിറ്റ്സ് ഉപയോഗിക്കുന്നത്. പണ്ട് കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട് ചില നാട്ടിലൊക്കെ എന്താണ്, ഓരോ നാട്ടിലും ഓരോ സിസ്റ്റം ഓഫ് യൂണിറ്റ് ആയിരുന്നു. നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായി ഈ പാഠം പഠിക്കുമ്പോൾ MKS, അതേപോലെ FPS, ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ് എന്നുള്ള രീതിയിലുള്ള യൂണിറ്റ്സ്. ഇപ്പോഴും എന്താണ്, UK പൗണ്ടാണ് കിലോഗ്രാമിനേക്കാളും കൂടുതൽ പറയാം. അതേപോലെ US കാറിന് എത്ര മൈലേജ്, നമ്മുടെ നാട്ടിൽ എത്ര കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ അവിടെ എന്താണ്, അവിടെ നമ്മൾ 30 കിലോമീറ്റർ എന്നൊക്കെ പറയാം അല്ലേ. അവിടെ ആകുമ്പോൾ മൈൽസിലാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നാട്ടിലും ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം ആ സമയത്തുള്ള സയൻറ്റിസ്റ്റുകളൊക്കെ ഭയങ്കരമായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഞാനൊരു കഥയായിട്ട് വായിച്ചതാണ്, എന്ത്, ഏതോ ഒരു റോക്കറ്റിൻ്റെ യൂണിറ്റ്സിൽ എന്താണ് 3 സെൻറ്റിമീറ്ററിന് പകരം അവിടുത്തെ ആൾക്കാർ 3 ഫൂട്ടാണെന്ന് കരുതി എന്തോ ഒരു മെഷർ വെച്ചു. റോക്കറ്റ് മൊത്തം കത്തിപ്പോയി, മില്യൺസ് ഓഫ് രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോഴാണ് എന്ത് ചെയ്ത് അവർ തീരുമാനിച്ചത്, നമുക്കൊരു ലോകത്താകെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് യൂണിറ്റ്സ് വേണം. എന്ത്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് വേണം എന്നുള്ള രീതിയിലാണ് എന്ത്, ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന് അവരൊക്കെ കൂടെ ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് തീരുമാനിച്ചു. ഓക്കെ, അതാണ് എന്ത്, നമ്മുടെ SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് ആയിട്ട് അംഗീകരിച്ച സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ്. ഓക്കെ, അപ്പം ഈ SI സിസ്റ്റത്തിൽ നമുക്ക് എന്തുണ്ട്, നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് 3, 4, 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ആണ് എന്ത് ചെയ്തത് നമ്മൾ പിന്നെ ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിലെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, കാണാപ്പാഠം തന്നെ പഠിക്കണം. ഒരു പരിധിവരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് മാസ്, കിലോഗ്രാം, മാസ്, ലെങ്ത്തിന് യൂണിറ്റ് മീറ്റർ ആണ്, M എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നു. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, kg എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്, S എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ഇലക്ട്രിക് കറണ്ട് ആംബിയർ ആണ്, A എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ടെമ്പറേച്ചർ അതിന്റെ യൂണിറ്റ് കെൽവിൻ ആണ്. ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡിലയാണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് സ്മോൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇത് യൂട്യൂബിലാണ് കാണുന്നെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഓർ ഈ നോട്ട്സ് എന്തുണ്ടാവും, നമ്മൾ ആപ്പിൽ നമ്മൾ എഴുതിയ അതേ നോട്ട്സ് വരും. ഓക്കെ, പിന്നെ എന്താ ഈ സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ്, അതായത് ഇതൊക്കെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നു. പിന്നെ 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസും ബേസിക്കലി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി തന്നെയാണ്. കാരണം അത് വേറൊന്നുമായിട്ടും വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ എന്തില്ല, അതിന് പ്രത്യേകിച്ച് ഡയമെൻഷൻസ് ഒന്നുമില്ല. അതുകൊണ്ടാണ് അതിനെ നമ്മൾ സപ്ലിമെന്ററി ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ആണുള്ളത്. ഒന്ന് പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മൾ, ഞാൻ സോളിഡ് ആംഗിൾ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും കിട്ടുമെന്ന്, ഓക്കെ ഈ പേപ്പേഴ്സ്. ഓക്കെ, പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മൾ എന്താണ്, ഒരു പ്ലെയിനിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അതേ സ്ഥലത്ത് സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ
ഒരു 3Dയിലാണ്. അതായത് നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു കോണുണ്ട്. ഞാൻ ഇവിടെ എന്താ പേപ്പർ കിട്ടണം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. യെസ്, അതായത് ഇതൊരു കോണാണ് അല്ലേ, കോൺ കോൺ കോൺ. അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള ആംഗിളിനാണ് നമ്മൾ ഈ ഒരു ആംഗിൾ എന്ന് പറയുമ്പോൾ 3 ഡയമെൻഷൻ ആണ്. അതാണ് എന്ത് സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഹയർ ഫിസിക്സിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനമാണ്. ഇത് വലിയ ആംഗിളാണ്. അപ്പം നമ്മൾ ഒരു ആംഗിൾ ഇതുപോലെ ഈ ഒരു ആംഗിളുള്ള വ്യത്യാസം പോലെ തന്നെ എന്താണ് ഈ 3 ഡയമെൻഷൻ ആംഗിൾ സോളിഡ് ആംഗിൾസിൽ എന്തുണ്ട്, സോളിഡ് ആംഗിൾസും ഒരു സപ്ലിമെന്ററി ക്വാണ്ടിറ്റി ആണ്, വേറൊന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അതിൽ ഡയമെൻഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ യൂഷ്വലി അതിനെ സപ്ലിമെന്ററി ക്വാണ്ടിറ്റി എന്നാണ് വിളിക്കുക. അതിൻ്റെ പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയൻ ആണ്. റാഡ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, സിമ്പിൾ കൊടുക്കുന്നു. അതേപോലെ തന്നെ പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റെറേഡിയൻ ആണ്, SR എന്നാണ് നമ്മൾ അതിന്റെ സിമ്പിൾ കൊടുക്കുക. ഇവിടെ എന്താണ് പ്രത്യേകിച്ച് ഭയങ്കരമായിട്ടുള്ള കൺസെപ്റ്റുകളൊന്നുമില്ല, നമുക്ക് ഇതങ്ങോട്ട് പഠിച്ചു വെക്കൽ തന്നെയാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് എന്താണെന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു സെക്ഷനിൽ ബേസിക്കലി ചോദിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിന്റെ യൂണിറ്റ്സ് ആയിരിക്കും മിക്കവാറും ചോദിക്കുക. അല്ലെങ്കിൽ ഇതുപോലുള്ള ചില ക്വസ്റ്റ്യൻസ് വരാം. ബിസൈഡ് ദ 7 ബേസ് യൂണിറ്റ് ദർ ആർ 2 more യൂണിറ്റ്സ് ഇൻ SI. ദ യൂണിറ്റ്സ് ഓഫ് സോളിഡ് ആംഗിൾ ഇസ്, ഇതാണ് എന്ത് ചെയ്ത് ദ യൂണിറ്റ് ഓഫ് സോളിഡ് ആംഗിൾ. ഇവിടെ സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് എന്താ, നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത് എന്താണ് സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ്, സ്റ്റെറേഡിയൻ അല്ലെ. സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് ഇസ് സ്റ്റെറേഡിയൻ. ഓക്കെ, അടുത്തത് പിക്ക് ഔട്ട് ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഫ്രം ദ ഫോളോയിങ്. ഇതിൽ നിന്ന് എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ് എടുക്കാനാണ്. നിങ്ങൾ എടുത്തോ, വേഗം എടുത്തോ. മാർച്ച് 2013 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫണ്ടമെന്റൽ യൂണിറ്റ് ഏതാണ്, ജൂൾ അല്ല, ന്യൂട്ടൺ അല്ല, മീറ്റർ പെർ സെക്കൻഡ് അല്ല, ആകെയുള്ളത് എന്താണ്, സെക്കൻഡ്. ഓക്കെ, അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ ഒരു പാഠത്തിലെ ഈ SI യൂണിറ്റ് എന്നുള്ള സെക്ഷനിൽ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് വരാൻ പോകുന്നത്. അത് ഇതേപോലെ തന്നെ എന്തായിരിക്കും, ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ഡയമെൻഷൻസിലേക്ക് കിടക്കാണ്. ഡയമെൻഷൻസ്. ഓക്കെ, ഡയമെൻഷന്റെ ഡെഫിനിഷൻ ബേസിക്കലി നിങ്ങൾ നോക്കുകയാണ്, പവർ ടു വിച്ച് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് മസ്റ്റ് ബി റേസ്ഡ് ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ ദ യൂണിറ്റ് ഓഫ് ദ ഗിവൺ ക്വാണ്ടിറ്റി. അതായത് ഡയമെൻഷന് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചല്ലോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ ഏത് പവറിലേക്കാണ് നമ്മൾ റേസ് ചെയ്യുക, സോ ദാറ്റ് നമുക്ക് എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വേറെ ഏത് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ഒബ്റ്റെയിൻ ചെയ്യാനെന്നാണ്. അപ്പം ഈ ഒരു ഡെഫിനിഷൻ്റെ ഒന്നും ആവശ്യമല്ലാതില്ല, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് പോവാം. അപ്പം നമ്മൾ നേരത്തെ എന്തിട്ടുണ്ട്, SI യൂണിറ്റ്സ് പഠിക്കുമ്പം യൂണിറ്റും പഠിച്ചു, സിമ്പിളും പഠിച്ചു. അതേപോലെ ഇനി എന്താണ് നമ്മൾ ഓരോ SI യൂണിറ്റിൻ്റെയും ഡയമെൻഷനും കൂടെ നോക്കുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ 7 SI യൂണിറ്റിൻ്റെ ഡയമെൻഷൻ്റെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ബേസിക്കലി നമുക്ക് എന്താണ് ഒരു +1 ബോർഡ് എക്സാം ലെവലിൽ പഠിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആകെ എന്തേ ഉള്ളൂ 3 ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ പഠിച്ചാൽ മതി. അതേതൊക്കെയാണ്, ലെങ്ത്തിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ L ആണ്, മാസിന്റെ ഡയമെൻഷൻ M ആണ്, ടൈമിന്റെ ഡയമെൻഷൻ T ആണ്. ഓക്കെ, ഇതാണ് അതിന്റെ റെപ്രസെന്റേഷൻ. പക്ഷെ നമ്മൾ യൂഷ്വലി ഈ ഡയമെൻഷൻ എഴുതുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ എഴുതുക എങ്ങനെയാണെന്ന് വെച്ചാൽ ലെങ്ത്തിന്റെ ഡയമെൻഷൻ ആകുമ്പോഴും ലെങ്ത്തിന് എന്തില്ല, മാസ് വാല്യൂ ഇല്ല. സോ മാസ് റേസ് ടു 0, ലെങ്ത് റേസ് ടു 1, ടൈം റേസ് ടു 0, എന്നിട്ട് ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റ്. ഇതാണ് എന്ത് ഡയമെൻഷന്റെ റെപ്രസെന്റേഷൻ. ഓക്കെ, ലെങ്ത്തിന്റെ ഡയമെൻഷൻ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത്. എന്താ ലെങ്ത്, എന്താ നമ്മൾ ചെയ്തിരിക്കുന്നത്, പവർ ടു വിത്ത് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി മസ്റ്റ് ബി റേസ്ഡ്. അതായത് ലെങ്ത്തിൽ എന്തില്ല, മാസുമായിട്ട് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് തന്നെ മാസ് റേസ് ടു 0, ടൈമുമായിട്ട് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് തന്നെ ടൈം റേസ് ടു 0. പക്ഷെ ലെങ്ത് എന്താണ്, ലെങ്ത് റേസ് ടു 1. അതായത് ഒറ്റ തന്നെയുള്ളൂ. നിങ്ങൾക്ക് അടുത്തതിലേക്ക് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവുന്നത് ആണ് എനിക്ക് തോന്നുന്നത്. മാസിന്റെ അപ്പം എന്താ ചെയ്യുക, മാസിന്റെ ഡയമെൻഷൻ എന്താണ്, മാസിന്റെ ഡയമെൻഷൻ M റേസ് ടു 1, L റേസ് ടു 0, T റേസ് ടു 0 ആയിരിക്കും അല്ലേ. ഓക്കെ, ആൻഡ് ടൈമിൻ്റെത് M റേസ് ടു 0, L റേസ് ടു 0, T റേസ് ടു 1. ഇതാണ് എന്ത് ഈ 3. ബാക്കി എന്തുണ്ട്, ബാക്കി ഇലക്ട്രിക് കറന്റിന്റെ ഡയമെൻഷൻ ഉണ്ട്, A വരുന്നുണ്ട്, മറ്റേത് കെൽവിൻ K വരുന്നുണ്ട്. അപ്പൊ അതൊന്നും എന്തല്ല നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഒരു +1 പോയിന്റ് ഓഫ് വ്യൂലും ഈവൻ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂലും എന്താണ് ഇലക്ട്രിക് കറന്റിന്റെ വരുന്നുണ്ട്, നമ്മൾ കപ്പാസിറ്റൻസ് റെസിസ്റ്റൻസിന്റെ ഒക്കെ ഡയമെൻഷൻ കാണുമ്പോൾ. പക്ഷെ അതൊന്നും എന്തില്ല ബോർഡ് എക്സാംസിന് നമുക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വരാത്ത ഇതാണ്. അപ്പൊ നമുക്ക് എന്താണ് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഡയമെൻഷൻ എന്നുള്ള കൺസെപ്റ്റ് കുറച്ചും കൂടെ ക്ലിയർ ആവും. എങ്ങനെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം,
വെലോസിറ്റിയുടെ ഡയമെൻഷനാണ് നമുക്ക് കണ്ടെടുക്കുക. അതൊരു 3 സ്റ്റെപ്പ് പ്രോസസ്സാണ്. നിങ്ങൾ ഈ 3 സ്റ്റെപ്പ് എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇതിൽ നിന്നാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ പാഠത്തിന്റെ അല്ലെ ഈ ഒരു സെക്ഷന്റെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ചെയ്യാനുള്ള ഏറ്റവും തുടക്കമായിട്ടുള്ളത് എന്ത്, ഏതൊരു ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷൻ എങ്ങനെ കാണാന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ എന്താണ് 3 സ്റ്റെപ്പ് പ്രോസസ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിക്ക് നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത്, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണെന്നുള്ളത് അല്ലേ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് ഫസ്റ്റ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഈ ഡിസ്പ്ലേസ്മെന്റിന്റെയും ഈ ടൈമും അത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണോ നോക്കുക. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് ലെങ്ത് ആണ്, അതെന്താണ്, അത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, അതൊരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. അതേപോലെ തന്നെ ടൈമും എന്താണ്, ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. അങ്ങനെയാകുമ്പോൾ എന്താണ്, നമുക്ക് ഡയറക്റ്റ് അതിന്റെ ഡയമെൻഷൻസ് എഴുതാം. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷൻ എന്താ, m0 L1, ലെങ്ത്തിന്റെ അതേ ഡയമെൻഷൻ അല്ലെ, t0, കറക്റ്റ് അല്ലേ. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ ബൈ ടൈമിന്റെ ഡയറക്ഷനോ, ടൈമിന്റെ ഡയറക്ഷൻ m0 L0 t1. ഇതാണ് എന്ത്, നമ്മളെ വെലോസിറ്റിയുടെ ഡയമെൻഷൻ വരാം. ഇവിടുന്ന് അങ്ങോട്ടാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത് എന്ത്, എക്സ്പോണൻസിന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ, എക്സ്പോണൻസിന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ സ്റ്റക്ക് ആവും. ഇനി എന്താ ചെയ്യാം, എം എന്താണ് റേസ്ഡ് 0 ആണ്, കട്ട് ചെയ്യാം. L1 ഡിവൈഡഡ് ബൈ L0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, L തന്നെയാണ്. അപ്പൊ എന്താ m0, m കട്ട് ചെയ്യണ്ടാവില്ല, m0 തന്നെയാണ്. L1 ബൈ L0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L1 ആണ്. T0 ബൈ T1 എന്താ, അതായത് ബേസിക് കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ബേസിക് കൺസെപ്റ്റ് ഓഫ് എക്സ്പോണൻസിലെ ഒരു സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. x⁴ a ഇൻറ്റു x⁴b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x⁴a + b ആണ്. ഓക്കെ, അതേപോലെ തന്നെ x⁴a ഡിവൈഡഡ് ബൈ x⁴b ആണെങ്കിൽ എന്താണ്, x⁴a - b ആണ്. x⁴a - b ആണ്. ഇനി നിങ്ങൾ നോക്ക്, t⁻0 ഡിവൈഡഡ് ബൈ t⁻1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, t⁻0 - 1. ഇതൊക്കെ 10ാം ക്ലാസ്സിന് മുമ്പ് വരുന്ന സംഭവം കേട്ടോ. t⁻0 - 1 അതെന്താ ശരിക്കും വരിക, m⁻0 L⁻1 t⁻1 ഓർ എന്താണ് LT⁻1. ഈ റേസ്ഡ് 0 ഉള്ള ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിലെ ഡയമെൻഷൻ നമ്മൾ എന്ത് ചെയ്യണം, സ്കിപ്പ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. എന്താണ് ഇതിന്റെ വരിക, LT⁻1, കാരണം L⁻1 എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് എന്ത്, വെലോസിറ്റിയുടെ ഡയമെൻഷൻ. ഇതാണ് എന്ത്, തേർഡ് സ്റ്റെപ്പ് വരെ ഡയമെൻഷൻ അങ്ങ് ഡയമെൻഷൻസ് എന്ത് ചെയ്യുക, ഡയമെൻഷൻസ് ടേം അങ്ങോട്ട് വരുന്നില്ലല്ലോ, സോൾവ് ചെയ്യുക. അതിന്റെ കട്ട് ചെയ്ത് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് വെലോസിറ്റിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, ഫസ്റ്റ് സ്റ്റെപ്പിൽ വെലോസിറ്റിക്ക് നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. പിന്നെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷൻ ബൈ ടൈമിന്റെ ഡയമെൻഷൻ, പിന്നെ അത് സിംപ്ലിഫൈ ചെയ്തു മൂന്നാമത്തെ സ്റ്റെപ്പിൽ. അപ്പൊ എന്തിട്ട് നമുക്ക് വെലോസിറ്റിയുടെ ഡയമെൻഷൻ കിട്ടി. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെയും ഡയമെൻഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ആകെ അറിയേണ്ട ഒരേ ഒരു കാര്യമാണ്, അതെന്താണ്, ഇതേപോലെ എന്തെങ്കിലും ഒരു ഇക്വേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാം, കുറച്ചും കൂടെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ കണ്ട. ആക്സിലറേഷന്റെ ഏതറിയ ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് അറിയാവുന്നത്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, വെലോസിറ്റി ബൈ ടൈം ആണ് നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ എന്താണ്, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണോ, അല്ല. അപ്പൊ എന്താണ്, വെലോസിറ്റിനെ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫോമിൽ എഴുതിയിട്ട് ചെയ്യാം, ഓർ നമുക്ക് എന്ത് ചെയ്യാം, വെലോസിറ്റിയുടെ ഓൾറെഡി ഡയമെൻഷൻ നമുക്ക് അറിയാം. എന്താ വെലോസിറ്റിയുടെ ഡയമെൻഷൻ, m0 L t⁻1 നമുക്ക് ഇപ്പൊ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ അല്ലെ. ഡിവൈഡഡ് ബൈ ടൈമിന്റെ ഡയമെൻഷൻ എന്താ, m0 L0 t⁻1. ഓക്കെ, കറക്റ്റ്. ഇനി എന്താണ്, ഇന്ന് സിംപ്ലിഫൈ ചെയ്യുന്ന, നിങ്ങളൊന്ന് സിംപ്ലിഫൈ ചെയ്തേ. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് എക്സ്പോണൻസ് അറിയാണെന്ന് ഞാൻ നോക്കട്ടെ. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തേ. എന്താ വരിക, m0 ബൈ m0 m⁻0 - 0 അതെന്താണ്, m⁻0 തന്നെയാണ്. L⁻1 L എന്ന് പറഞ്ഞാൽ L⁻1 ആണ് അല്ലെ. L⁻1 ബൈ 0 എന്ന് പറഞ്ഞാൽ L⁻1 - 0 ഓർ L തന്നെയാണ്. പിന്നെ t⁻1 ഡിവൈഡഡ് ബൈ t⁻1.
ഡിവൈഡഡ് ബൈ ടി റേസ് ടു അതെന്തായിരിക്കും ടി റേസ് ടു -1 -1 വരിക. അപ്പം ടി റേസ് ടു -2. ഓക്കെ, ഇതാണ് എന്ത് ആക്സിലറേഷന്റെ ഡയമെൻഷൻ. ഓക്കെ, ഇനി വേഗം എന്ത് ചെയ്യാം, നമുക്ക് അറിയാവുന്ന അല്ലെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്ന എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെയും ഡയമെൻഷൻ നമ്മൾ എന്ത് ചെയ്യാണ് പഠിക്കാൻ പോവാണ്. ഏരിയയുടെ ഡയമെൻഷൻ എന്താ? ഏരിയയുടെ ഇക്വേഷൻ നമുക്കറിയാം. ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത്തിന്റെ ഡയമെൻഷൻ L ആണ്. ബ്രെഡ്ത്തിനും എന്താണ്? ബ്രെഡ്ത്തും നീളം തന്നെയാണ്, അതിന്റെ ഡയമെൻഷനും L ആണ്. ഓർ എന്താണ്? L² ആണ് ഏരിയയുടെ ഡയമെൻഷൻ. നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുകയാണെങ്കിൽ m⁻⁴ L² T⁻�0. ഇതാണ് എന്ത്? ഏരിയയുടെ. അങ്ങനെയാണ് വോള്യത്തിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. വോള്യത്തിന്റെ ഡയമെൻഷൻ എന്താ? വേഗം കണ്ടുപിടിക്കുക. വോള്യത്തിന്റെ ഡയമെൻഷൻ വളരെ സിമ്പിൾ ആണ് അല്ലെ? എന്താണ് നമ്മൾ ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. വോള്യം ഈസ് ഈക്വൽ ടു നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. 3ന്റെ ഡയമെൻഷൻ L ആണ് അല്ലെ? ലെങ്ത്തിന്റെയും ബ്രെഡ്ത്തിന്റെയും ഹൈറ്റിന്റെ L ആണ്. ഓർ എന്താണ് വോള്യത്തിന്റെ ഡയമെൻഷൻ? L³ ആണ്. L³ നമ്മൾ സ്റ്റാൻഡേർഡ് രീതിയിൽ എഴുതാണ് m⁻⁴ L³ T⁻�0. ഇത് രണ്ടും ഈ m⁻⁴ എന്ന് എഴുതിയിട്ടുള്ള വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ⁻⁴ എന്ന് എഴുതുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ അപ്ലിക്കേഷൻ വരുമ്പോൾ സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ഡെൻസിറ്റിക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്താ? ഡെൻസിറ്റിയുടെ ഒരു ഇക്വേഷൻ എന്താ വരുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന? ഏതാണ്? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു റോ എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യുക അല്ലെ? മാസ് ബൈ വോളിയം. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കാര്യമില്ല കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് മാത്രമേ എന്തേ ഉള്ളൂ പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. നിങ്ങൾക്ക് ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഡെൻസിറ്റി എന്താ? മാസ് ബൈ വോളിയം ആണ്. അപ്പൊ മാസിന്റെ എന്താ? മാസിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് m⁻⁴ അല്ല അല്ലെ? മാസിന്റെ ഡയമെൻഷൻ എന്താ? m⁻⁴. ബാക്കിയൊക്കെയാണ് 0. m⁻⁴ L⁻⁴ T⁻�0. m⁻⁴ L⁻⁴ T⁻�0 ആണ് മാസിന്റെ ഡയമെൻഷൻ. വോള്യത്തിൻ്റെതോ നമ്മളിപ്പോ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ m⁻⁴ L³ T⁻�0. അപ്പൊ എന്താണ് ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ വരിക? 1 - 0 എന്ന് പറയുമ്പോൾ m⁻⁴ തന്നെ. L⁻⁴ ബൈ L⁻�3 എന്ന് പറഞ്ഞാൽ L⁻⁻³ വരും. T⁻�0. ഇതാണ് ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ നമുക്ക് കിട്ടി. ഇനി അടുത്തത് ആരതാ നമ്മൾ ചെയ്യാൻ പോകുന്നത്? മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താ നിങ്ങൾക്ക് അറിയാവുന്ന? മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mv മാസ് ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, ഇതൊന്നും നിങ്ങൾ അറിയില്ല, കുഴപ്പമില്ല. ഇപ്പൊ പഠിച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി. ഇതിലപ്പുറമുള്ളതൊന്നും സാധാരണയായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം. മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താ? മാസിന്റെ ഡയമെൻഷൻ എപ്പോഴും m⁻⁴ പോകുന്നുണ്ട്. മാസിന്റെ m⁻⁴ L⁻�0 T⁻�0 ഇൻറ്റു വെലോസിറ്റിയുടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് m⁻⁴ L⁻⁴ T⁻⁻1. ഇത് ഓരോന്ന് പഠിക്കുന്നത് നമ്മൾ എന്തായാലും പോരുത്, മറന്നു പോരുത് കേട്ടോ. വെലോസിറ്റിയുടെ വീണ്ടും ഉണ്ടാക്കേണ്ട ആവശ്യം വരാത്തതാണ് നല്ലത്. വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വലിയ വിഷയമൊന്നുമില്ല. ഓക്കെ, അപ്പൊ എന്താ വരിക? മൊമെന്റത്തിന്റെ വരുമ്പോൾ m⁻⁴ × m⁻⁴ എന്ന് പറഞ്ഞാൽ m⁻⁴ 1+0. അതെന്താ m⁻⁴? m⁻⁴. ലെങ്ത് L⁻⁴ × L⁻⁴ എന്ന് പറഞ്ഞാൽ L⁻⁴. ടൈം T⁻�0 × T⁻⁻1. അപ്പൊ എന്താ വരിക? 0 + -1 which is equal to -1 അല്ലേ? അപ്പൊ ml T⁻⁻1 മൊമെന്റത്തിന്റെ കിട്ടി. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി നിങ്ങൾ ഫോഴ്സിന്റെ ഒരു യൂണിറ്റ് ഞാൻ പറഞ്ഞുതരാം. ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഇതിപ്പം എന്താ പറയാ, 3rd ചാപ്റ്റർ ഒക്കെ നിങ്ങൾ വർക്ക് എനർജി ആൻഡ് പവർ ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറ്റും? എന്തായാലും ഫോഴ്സിന്റെ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. വേഗം എന്ത് ചെയ്യും? ഫോഴ്സിന്റെ ഡയമെൻഷൻ പറയും. ഒരുപാട് കുട്ടികൾക്ക് എന്തായിരിക്കും? കാണാപ്പാടം തന്നെ അറിയാവുന്നതായിരിക്കും ഫോഴ്സിന്റെ ഡയമെൻഷൻ. എന്താ വരിക ഫോഴ്സിന്റെ ഡയമെൻഷൻ? എൻ്റെ കൂടെ തന്നെ നിങ്ങളും ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം. ഞാൻ ചെയ്തിട്ട് ശരിയാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. എവിടെയാ വരിക ഫോഴ്സിന്റെ ഡയമെൻഷൻ വരുന്നത്? ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ? മാസിന്റെ ഡയമെൻഷൻ m⁻⁴ L⁻�0 T⁻�0. ആക്സിലറേഷന്റെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു L⁻⁻2 അല്ലെ? അതായത് m⁻⁴ L⁻⁴ T⁻⁻2. ഓക്കെ, അപ്പൊ എന്താ ഫോഴ്സിന്റെ വരിക? 1 × 0 എന്ന് പറയുമ്പോൾ 1 × 1+0 എന്ന് പറയാം m⁻⁴
0 plus 1 എന്ന് പറഞ്ഞാൽ L raised to 1 T raised to minus 2. ഇതാണ് എന്ത് ഫോഴ്സിന്റെ ഡയമെൻഷൻ ml T raised to minus 2. അതായത് ഈ പാഠത്തിൽ 5 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആണ് സാധാരണ വരിക. ഇങ്ങനത്തെ 2-3 ക്വസ്റ്റ്യൻസ് കമ്പൈൻ ചെയ്തിട്ട് അപ്പോൾ എന്താണ് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ ഒരു കൺസെപ്റ്റ് മാത്രം T raised to 0 into T raised to minus 2 is minus 2 എന്നുള്ളത് നമുക്കറിയാമെങ്കിൽ ഫോഴ്സ് കഴിഞ്ഞു. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ ഏരിയ ആണ്, ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് പ്രഷറിന്റെ ഒരു ഇക്വേഷൻ. അപ്പോൾ പ്രഷറിന്റെ ഒരു ഇക്വേഷൻ വെച്ചപ്പോൾ എന്താ ചെയ്യുക, ഫോഴ്സിന്റെ ഇത് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു, തൊട്ട് മുമ്പ് പഠിച്ചു കഴിഞ്ഞു. ml T raised to minus 2 ആണ് പ്രഷർ ഫോഴ്സിൻ്റെത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഏരിയയുടേത്? ഏരിയ എന്ന് പറഞ്ഞാലും നമ്മൾ പഠിച്ചിട്ട് m raised to 0 L square T raised to 0 അല്ലേ. ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിന്റെ ഇവിടെ അടുത്തായതുകൊണ്ട് L square m raised to 0 L square T raised to 0 ആണ് എന്ത് ഏരിയയുടെ ഡയമെൻഷൻ. അപ്പൊ എന്താണ് പ്രഷറിന്റെ ഡയമെൻഷൻ എന്താ വരിക? പ്രഷറിന്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ m raised to 1 by m raised to 0 എന്നാണ് m തന്നെയാണ്. L raised to 1 by L raised to 2 എന്ന് പറയുമ്പോൾ എന്താ L raised to 1 minus 2 ആ വരിക. L raised to minus 1 L raised to minus 1 T raised to minus 2 അല്ലേ. T raised to minus 2 ഇതാണ് എന്ത് പ്രഷറിൻ്റെത്. ഈ ഓരോ ക്വാണ്ടിറ്റിയും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതി വെച്ചോ. ഇതിങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഇതിൻ്റെയൊക്കെ ഡയമെൻഷൻസ് ഇത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എനർജിയുടെ ഡയമെൻഷൻ എന്താ? എനർജിക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അറിയാവുന്ന 2 ഇക്വേഷൻസ് ഉണ്ട്. 2 ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ നോക്കാം. ഒന്ന് കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ നമുക്കറിയായിരുന്നു, ഹാഫ് mv². അത് വെച്ചിട്ട് ചെയ്യുകയാണ് എന്താ ഡയമെൻഷൻ കിട്ടുക? ഹാഫ് mv² വെച്ച് ചെയ്യുകയാണെങ്കിൽ ഡയമെൻഷൻ കിട്ടുക. ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു കോൺസ്റ്റന്റ് ആണ്, ഒരു ന്യൂമറിക്കൽ ആണ്, അതിന് പ്രത്യേകിച്ച് ഡയമെൻഷൻ ഒന്നുമില്ല. എമ്മിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m raised to 1 L raised to 0 T raised to 0 ആണ്. v² വരുന്നുണ്ട്. v² വരുമ്പോൾ എന്താ, വിയുടെ ഡയമെൻഷൻ m raised to 0 L raised to 1 T raised to minus 1 ആണ് നമുക്കറിയാം. അതിന്റെ സ്ക്വയർ ആണ് എടുക്കേണ്ടത്. അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇതിന്റെ ഓരോ ടേംസും ഇവിടെയാണ് വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പോണൻസിന്റെ കൺസെപ്റ്റ് വരുന്നത്. ഇത് ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ആണ് സ്ക്വയർ വരുമ്പോൾ ചെയ്യുക. അപ്പം m raised to 1 L raised to 0 T raised to 0 ആണ് ഇതിന്റെ ഡയമെൻഷൻ. ഇതോ 0 into 2 അത് 0 തന്നെയാണ്. 1 into 2 L raised to 1 into 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 T raised to minus 1 into 2 എന്ന് പറഞ്ഞാൽ T raised to minus 2 വരും. ഇതാണ് എന്ത് v²ന്റെ ഇത് ഡയമെൻഷൻ വൈസ് നമ്മൾ എന്താണ് പിന്നെ v² എടുക്കുമ്പോൾ ഇതിന്റെ ഓരോന്നിന്റെ പവറും ഈ സ്ക്വയറുമായിട്ട് 2 ആയിട്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്യുക. അതൊക്കെ എന്താണ് ഇങ്ങനെയാണ്. x raised to a all raised to b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x raised to ab ആണ്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തത്. 1 all raised to 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 0 all raised to 2 എന്ന് പറഞ്ഞാൽ 0 into 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. ഓക്കെ റൈറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയല്ലോ എനർജിയുടേത് m raised to 1 L square T raised to minus 2 അല്ലേ. m raised to 1 L square T raised to minus 2. ഇതാണ് എന്ത്, ഇതാണ് എനർജിയുടെ ഡയമെൻഷൻ. സോറി, എനർജിയുടെ ഒരു രീതിയിൽ കിട്ടിയ. ഇനി വേറൊരു രീതി ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ എന്താ, mgh ആണ്. mgh ആണ് മാസ്, g എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, h എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. ഇത് വെച്ചിട്ട് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച എനർജിയുടെ ഡയമെൻഷൻ. എന്താണ് എനർജിയുടെ ഡയമെൻഷൻ? എനർജിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കുമ്പോൾ മാസിന്റെ ഡയമെൻഷൻ m raised to 1 L raised to 0 T raised to 0. ഇതിങ്ങനെ എഴുതാൻ കുറെ ബുദ്ധിമുട്ടുണ്ട്. L raised to 0 എന്ന്. g എന്ന് പറഞ്ഞാൽ എന്താ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിന്റെ ഡയമെൻഷൻ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിമ്പിൾ മാറ്റി കൊടുത്തേ ഉള്ളൂ. അതും എന്താണ്, ആക്സലറേഷൻ തന്നെയാണ് അല്ലേ. അപ്പം m raised to 0 L T raised to minus 2 ആണ് ആക്സലറേഷന്റെ. ആൻഡ് ഹൈറ്റ് എന്താ, ഞാനിവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് L raised to 1 മാത്രമാണ് ഞാനിവിടെ എഴുതുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി, എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ. എമ്മിൻ്റെത് 1 + 0, അപ്പോൾ m raised to 1. എല്ലിൻ്റെതോ 0 + 1 + 1, അതെന്താ കിട്ടുക, L². ടീൻ്റെതോ 0 + -2 ml² T raised to -2. അത് തന്നെയല്ലേ നമുക്ക് എന്ത് കിട്ടിയത്, അത് തന്നെയല്ലേ നമുക്ക് ആക്സലറേഷൻ എനർജിയുടെ 2 ഇക്വേഷനും. ഏത് ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടിയാലും എന്താണ്, ഡയമെൻഷൻ കറക്റ്റ് ആയിരിക്കും. ഏത് ഇക്വേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഡയമെൻഷൻ ഒരേ ഡയമെൻഷൻ കിട്ടും. എനിക്കൊന്ന് ഇതാണ് അവസാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഡയമെൻഷൻ.
പവർ എന്ന് പറഞ്ഞാൽ എന്താ എനർജി പ്ലസ് എനർജി പെർ ടൈം അല്ലെ വർക്ക് ഡൺ. ഇതിൽ വേറൊന്നും കൂടി ഉണ്ടാവും. വർക്കിൻ്റെതും ഈ സെയിം ഡയമെൻഷൻ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ പരീക്ഷയൊക്കെ ചോദിക്കാം വിച്ച് ആർ ദ ടു ഗിവ് ടു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഈസ് ഹാവിങ് സെയിം ഡയമെൻഷൻ എന്ന് വെച്ചാൽ ഒരുപാടെണ്ണം ഉണ്ടാവാറുണ്ട്. പക്ഷേ എനർജിയും വർക്കുമാണ് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ. ഇതെന്താണ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ ടൈം അല്ലെങ്കിൽ എനർജി പെർ ടൈം എന്ന് പറയാം. അപ്പം എന്താ എനർജിയുടെ ഡയമെൻഷൻ നമുക്ക് ഓൾറെഡി അറിയാം ml² T⁻⁻² ആണ്. അപ്പം ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി, ഡിവൈഡഡ് ബൈ ടൈം ചെയ്താൽ മതി. അപ്പം എന്താ വരിക ml² T⁻⁻1 ആവും അല്ലേ. -2 -1 ആണ് ആവുക അല്ല -3 ml² T⁻⁻3 ആവും. എന്ത് പവറിന്റെ T⁻⁻3 ആണ് പവറിന്റെ ഡയമെൻഷൻ. ഓക്കെ റൈറ്റ്. ഇനി അടുത്ത ചുമ്മാ നമുക്കൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം ഞാൻ കാണിച്ചു തരാണ്. ഇത് ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കുക. പക്ഷെ ഞാൻ നിങ്ങൾക്കൊന്ന് ക്ലിയർ ആക്കി തരാൻ വേണ്ടി ഒന്നും കൂടെ അത് ചെയ്യാണ്. അതും കൂടെ അതായത് ഏത് ക്വാണ്ടിറ്റീൻ്റെ വന്നാലും നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ട് ഞാൻ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷനും കൂടെ ജസ്റ്റ് ഒന്ന് പറയാണ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ കേസിൽ നമുക്ക് അറിയാം, നിങ്ങൾ ഗ്രാവിറ്റേഷൻ എന്നുള്ള പാഠം പഠിച്ചിട്ടുണ്ട്. F=gmm/r² ആണ്. gmm/r² ആണ് അല്ലെ. ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു പാർട്ടിക്കിൾ ഓഫ് മാസ് m1 and m2 is F=gmm/r², where r is the distance between them and g is the യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഇതിൽ നമുക്ക് എന്ത് കിട്ടും, ജിയുടെ ഇക്വേഷൻ ഉണ്ട് G=FR²/m1 m2 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്താൽ മതി, ഇതിൽ നമുക്ക് ഡയമെൻഷൻ കണ്ടുപിടിച്ചാൽ മതി. ഫോഴ്സിന്റെ ഡയമെൻഷൻ നമുക്കറിയാം. എത്ര ഫോഴ്സിന്റെ ഡയമെൻഷൻ പറയൂ. ml T⁻⁻2 അല്ലെ ഫോഴ്സിൻ്റെത് ഇൻറ്റു L². ഏത് L⁻²? ആണ് പുറത്തിടാം, പിന്നെ ഉള്ളിലിരുന്ന് L² ആയി മാറും അല്ലെ. എമ്മിൻ്റെത് m, അടുത്തതും m. ഇതാണല്ലോ. അപ്പൊ എന്ത് സംഭവിക്കും, എമ്മിൻ്റെത് m⁻1 മൈനസ് ഒരു സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാ എഴുതി തരാം. ml T⁻⁻2 ഇൻറ്റു L² ഡിവൈഡഡ് ബൈ m ഇൻറ്റു m എന്ന് പറയുന്നത് m² ആണ്. ഓക്കെ. ഇനി എന്താവും, m⁻1 മൈനസ് m⁻2 m⁻1 ആവും. എല്ലിൻ്റെതോ L⁻1 L⁻2 L³ T⁻². ഇതാണ് എന്ത് യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ. ഇത് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കരുത്, ഒരു കാരണവശാലും ബൈഹാർട്ട് പരീക്ഷയ്ക്ക് ചോദിക്കൂല. പക്ഷേ ഇത്തവണ എന്താണ്, ഇത്തവണ ഡബിൾ മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ എന്തായിരിക്കും ഇതേപോലത്തെ ഒന്നിന്റെ ഡയമെൻഷൻ ഡിറൈവ് ചെയ്ത് ചോദിച്ചു കൂടാനില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും എന്തായിരിക്കും, നിങ്ങൾ +1 പഠിച്ച ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുള്ളതാണെന്നുള്ള കാര്യം ഷുവർ ആണ്. ഓക്കെ. അപ്പം എങ്ങനെ വന്നാലും എന്തായിരിക്കും, ഇനി നിങ്ങൾക്ക് ഡയമെൻഷൻ ഏത് ക്വാണ്ടിറ്റിന്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. ഇനിയാണ് എന്ത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരൊറ്റ എക്സാം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാ രീതിയിലും ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാ വർഷവും ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എന്ത് ചെയ്യാറുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എന്താ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി? അതെന്താ പറയുന്നതെന്ന് വെച്ചാൽ 2-3 രീതിയിൽ നമുക്ക് പറയാം. അതായത് രണ്ട് ക്വാണ്ടിറ്റി ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന്റെ ഡയമെൻഷൻ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. 2 quantities in addition or subtraction should have same dimension. അതാണ് എന്ത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത്. ഒന്നാമത്തെ കാര്യം അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, വെലോസിറ്റി പ്ലസ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ബേസിക്കലി. അതായത് വെലോസിറ്റിയുടെ ഡയമെൻഷൻ വേറെ ഒന്നാണ്, ടെമ്പറേച്ചറിന്റെ ഡയറക്ഷൻ വേറെ ഒന്നാണ്. അല്ലെങ്കിൽ ആക്സലറേഷൻ പ്ലസ് വെലോസിറ്റി നമുക്ക് ചെയ്യാനാവില്ല. ഓർ നമുക്ക് ഇതിനെ വേറൊരു രീതി പറയാം, ക്വാണ്ടിറ്റീസ് ഓൺ എയ്തർ സൈഡ് ഓഫ് എൻ എക്സ്പ്രഷൻ ഇക്വേഷൻ ഓർ എക്സ്പ്രഷൻ എന്നാണ് ഇക്വേഷൻ ഷുഡ് ഹാവ് ദ സെയിം ഡയമെൻഷൻ. അതായത് ഒരു ഇക്വേഷന്റെ രണ്ട് സൈഡിലുള്ള ക്വാണ്ടിറ്റീസിന് എന്തായിരിക്കണം, സെയിം ഡയമെൻഷൻ ആയിരിക്കണം. ഇപ്പം ഫോഴ്സ് ഈസ് ഈക്വൽ ടു ma എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഫോഴ്സിന്റെ ഡയമെൻഷൻ ml T⁻⁻2a ആവാൻ പാടുള്ളൂ. കാരണം എന്താ, ma'യുടെ ഡയമെൻഷൻ ആ സെയിം ആണ്. അതാണ് എന്ത്, ഒരു ഇക്വേഷന്റെ രണ്ട് സൈഡിലുള്ള ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻസ് സെയിം ആയിരിക്കണം.
ഇനി നമുക്കൊരു എല്ലാ സമയത്തും സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറഞ്ഞ് വരാറുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡെഫിനിഷൻ ഇല്ല, പക്ഷെ നിങ്ങൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്തായാലും കാണാപ്പാടം പഠിക്കുക. ഈ ഒരു ഡെഫിനിഷൻ പറഞ്ഞാൽ മതി. ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി സ്റ്റേറ്റ് ദാറ്റ് ദ ഡയമെൻഷൻ ഓഫ് ഈച്ച് ദ ടേംസ് ഓഫ് എ ഡയമെൻഷണൽ ഇക്വേഷൻ ഓൺ ബോത്ത് സൈഡ്സ് ആർ ദ സെയിം. അതായത് ഈ രണ്ട് കണ്ടീഷനും ഒരുമിച്ചാക്കിയിട്ടുള്ള നമ്മൾ സ്വന്തമായി ഡിറൈവ് ചെയ്ത് എന്താണ് ഒരു ഡെറിവേഷനാണ്. സ്വന്തമായിട്ടുള്ള നെറ്റിൽ നോക്കിയപ്പോൾ ഏറ്റവും നല്ലത് ഏതാണോ അതെടുത്ത് വെച്ചതാണ്. അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ, ഫസ്റ്റ് ടു ക്വാണ്ടിറ്റീസ് ഇൻ അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ ഷുഡ് ഹാവ് സെയിം ഡയമെൻഷൻ. ഓക്കെ, അതേപോലെ തന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു ഇക്വേഷന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ളത് എന്തായിരിക്കണം, സെയിം ഡയമെൻഷൻ ആയിരിക്കണം. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറയുന്നത് ദ ഡയമെൻഷൻ ഓഫ് ഈച്ച് ദ ടേം ഓഫ് എ ഡയമെൻഷണൽ ഇക്വേഷൻ. അവിടെ എന്താ അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് അതിൽ ഇൻക്ലൂഡഡ് ആയി. ഓൺ ബോത്ത് സൈഡ്സ് ആർ ഈക്വൽ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ പോയിന്റ് ഇൻക്ലൂഡഡ് ആയി. സോ ഇപ്പൊ തന്നെ എഴുതി വെക്കുക, ഉറപ്പിച്ച് മനസ്സിൽ ഉറപ്പിച്ച് പഠിക്കുക. ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ദ ടേം ഓഫ് എ ഡയമെൻഷണൽ ഇക്വേഷൻ ഓൺ ബോത്ത് സൈഡ്സ് ആർ ദ സെയിം. ഈച്ച് ഓഫ് ദ ടേം എന്ന് പറയുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഓഫ് അവിടെ മിസ്സായിട്ട് എനിക്കൊരു സുഖം കിട്ടുന്നില്ല. ഓക്കെ, റെഡി ആണല്ലോ? ഇനി ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് 3-4 ആപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷെ നമുക്കിവിടെ മെയിൻലി 3 ആപ്ലിക്കേഷൻ നമ്മളിവിടെ പഠിക്കാൻ പോവാണ്. ഏതൊക്കെയാണത്? ഒന്ന്, ഇക്വേഷൻസിന്റെ കറക്റ്റ്നെസ്. ഇക്വേഷൻസിന്റെ കറക്റ്റ്നെസ്, അതായത് ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആയാലും മാത്രം അത് കറക്റ്റ് ആവോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഇക്വേഷൻസിന്റെ ഡയമെൻഷനൽ കറക്റ്റ്നെസ് ആണ്. അതായത് ഞാൻ ഈ ഡയമെൻഷനൽ കറക്റ്റ്നെസ് എന്നുള്ള ടേം എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആവുകയാണെന്ന് മാത്രമാണ് നമുക്ക് എന്താ പറ്റുക, ഈ ഡയമെൻഷനൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുക. അല്ലാത്തൊരു കറക്റ്റ്, അത് ശരിക്കും കറക്റ്റ് ആണോ എന്നുള്ളത് എന്തില്ല, തിയറിറ്റിക്കലി കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്താ തിയറിറ്റിക്കലി കറക്റ്റ് ആയ ചില ഇക്വേഷൻസ് വെച്ചിട്ട് അതെങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. v = u+8 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ്. 3ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തിട്ട് 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുകയും ചെയ്ത ഒരു ഇക്വേഷൻ ആണ് വെലോസിറ്റിയുടെ അല്ല ഇക്വേഷൻസ് ഓഫ് മോഷൻസിലെ ഫസ്റ്റ് ഇക്വേഷൻ അല്ലെ, v = u+8. ഇത് ഡയമെൻഷനിൽ കറക്റ്റ് ആണെന്ന് എങ്ങനെയാ നോക്കാം. LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഡയമെൻഷൻ എന്താ, LHSന്റെ ഡയമെൻഷൻ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m0 L t⁻⁻1 ആണ്. v എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ് അല്ലെ. RHSന്റെ കേസിലും എന്തായിരിക്കണം, ഇത് ഇക്വേഷനലി ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കണം എങ്കിൽ യുടെ ഡയമെൻഷനും ഈ mL t⁻⁻1 ആയിരിക്കണം. ATയുടെ ഡയമെൻഷൻ എന്തായിരിക്കണം, mL t⁻⁻1 ആയിരിക്കണം. അങ്ങനെയാണ് യുവിന്റെ ഡയമെൻഷൻ ഉറപ്പാണ്. കാരണം എന്താ, അത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്. അത് m0 L t⁻⁻1 ആണ്. ആരത്, യുടേത്. ഓക്കെ, അപ്പൊ ATയുടേതോ, AT ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും അല്ലെ. ആക്സിലറേഷന്റെ നമുക്കറിയാം m0 L t⁻⁻2 ആണ് ഇൻറ്റു t എന്ന് പറയുമ്പോ t. അപ്പൊ എന്തായിരിക്കണം, ഇതും നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് m0 L t⁻⁻1 ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ ചെയ്യാ, യുവിൻ്റെത് അങ്ങനെ തന്നെയാണ്. ഇതെന്താണ് നോക്ക്, t⁻2 ഇൻറ്റു t എന്ന് പറയുമ്പോൾ t⁻1 ആവും. m0 L t⁻⁻1. അപ്പൊ എന്താണ് ഈച്ച് ടേം. ഇനി നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി നോക്ക്. ഈച്ച് ടേം ഇൻ ആൻ ഇക്വേഷൻ ഷുഡ് ഹാവ് സെയിം ഡയമെൻഷൻ. കറക്റ്റ് ആണ് 3. അതേപോലെ തന്നെ ഒരു ഇക്വേഷന്റെ ബോത്ത് സൈഡിലുള്ള ടേംസിനും സെയിം ഇക്വേഷൻ ആണ്. therefore എന്താണ്, hence proved this equation is dimensionally correct. This equation is dimensionally correct. ഓക്കെ, ഇത്ര സിമ്പിൾ ആണോ നമുക്ക് ചോദിക്കാം. നോക്കെ, F = ma. നമ്മൾ നേരത്തെ പറഞ്ഞ ഇത് തന്നെയാണ്. ഫോഴ്സിന്റെ നമുക്കറിയാം ഇവൻ തോ നമ്മൾ ഇതിൽ നിന്നാണ് ഡിറൈവ് ചെയ്തതെങ്കിൽ കൂടി ഫോഴ്സിന്റെ ഡയമെൻഷൻ F = mL t⁻2 ആണ്. മാസിന്റെ ഡയമെൻഷനോ m ആണ്. ആക്സിലറേഷന്റെ L t⁻2 ആണ്. അപ്പൊ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക, mL t⁻2. ഇതാണ് എന്ത്, ഇതാണ് ഇതുപോലെ എന്താണ് RHS = LHS. നേരെ തിരിച്ചായിരുന്നു എഴുതേണ്ടത് അല്ലെ. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇക്വേഷനും കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യങ്ങൾ 2020 ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2020 ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, the correctness of an equation can be checked using the principle of homogeneity of dimension. അതായത് ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഏത് ഉപയോഗിച്ചിട്ട്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി സ്റ്റേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി, നിങ്ങളൊന്ന് പറഞ്ഞേ. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി
states that ബാക്കി എന്താണ് എന്നോട് മറന്നിട്ടുണ്ട്, നിങ്ങളോട് മറന്നിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. എനിക്ക് ഇക്വേഷൻസ് ഒക്കെ ഓർമ്മിച്ച് വെക്കാൻ ഡെഫിനേഷൻസ് ഒക്കെ ഓർമ്മിച്ച് വെക്കാൻ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറഞ്ഞത്? The dimension of each of the terms of a dimensional equation on both sides are the same. Okay, ഇത് എല്ലാ വർഷവും ചോദിക്കലുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇനി യൂസിങ് ദ പ്രിൻസിപ്പിൾ ചെക്ക് വെദർ x is equal to ut plus half at square is dimensionally correct. നോക്കാം, x എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെന്റ് ആണ്. x is equal to ut plus half at square ആണ് അല്ലേ, half at square. x എന്താ? ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷൻ LHSന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ വെറും L ആണ്. അത് നമുക്ക് RHSൽ കിട്ടുമോ നോക്കാം. യുടെ ഡയമെൻഷൻ എന്തായിരിക്കും? u എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്, LT⁻⁻1 ടൈമിൻ്റെത് t ആണ്. ഓക്കെ, പ്ലസ് ഹാഫിന് പ്രത്യേകിച്ച് ഡയമെൻഷൻ, ആക്സലറേഷന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ LT⁻2 ആണ് ഇൻറ്റു t² അല്ലെ, L² അല്ല. ഇക്വേഷൻ കണ്ടാൽ നമുക്കറിയാം ഇത് കറക്റ്റ് ആണെന്ന്, നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. therefore എന്താണ്? ഇത് കണ്ടാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. LT⁻1 ഇൻറ്റു t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ t⁻1, ഇപ്പോൾ t⁻1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ t⁻0, LT⁻0 ആണ്. പ്ലസ് ഇവിടെയോ t⁻2 t⁻2, അതൊരു രണ്ടും കട്ടായി പോകും, LT⁻0 ആണ്. therefore എന്താണ്? LT⁻0 എല്ലും കറക്റ്റ് സെയിം ആണോ? ആണല്ലേ. LT⁻0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L തന്നെയാണ് ഇതും. ഇതിനെ വേണേൽ നമുക്ക് m0 LT⁻0 എന്ന് ഏതായിരുന്നു, ഇതും നമുക്ക് എന്ത് ചെയ്യാം. അതൊന്നും അത്ര പ്രശ്നമില്ല കേട്ടോ, അതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കറക്റ്റ് മനസ്സിലാവും. ഹെൻസ് പ്രൂവ്ഡ് എന്ത് ഡയമെൻഷനലി കറക്റ്റ് ആണ്. മാർച്ച് 2019 നോക്ക്, വെലോസിറ്റി കനോട്ട് ബി ആഡഡ് ടു ടെമ്പറേച്ചർ. ഞാൻ നേരത്തെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. എന്താ അതിന്റെ റീസൺ? ദിസ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് വിച്ച് ലോ? ഇത് ഏത് ലോവിന് അനുസരിച്ചാണ് വെലോസിറ്റി കനോട്ട് ബി ആഡഡ് ടു ടെമ്പറേച്ചർ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ് അല്ലെ. ഓക്കെ, അത് കിട്ടി, ഒരു മാർക്ക് കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്, ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ PV ഈസ് ഈക്വൽ ടു Fx. PV ഈസ് ഈക്വൽ വേർ P ഈസ് ദ പ്രഷർ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത്, നിങ്ങൾക്ക് പ്രഷറിന്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് അറിയില്ലായിരുന്നെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? നിങ്ങൾ പ്രഷറിന്റെ ഡയമെൻഷൻ ആദ്യം കണ്ടുപിടിക്കേണ്ടി വന്നതിനെ. അത് ചിലപ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ടൈം ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഈ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്തലാണല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ്. V is the volume നമുക്കറിയാം, F is the force നമുക്കറിയാം, X is displacement. നമുക്ക് നോക്കാം LHSന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാം. LHSന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്താണ്? പ്രഷറിന്റെ ഡയമെൻഷൻ എന്തായിരുന്നു? ഫോഴ്സ് പെർ ഏരിയ ml T⁻2/L² ml-1 T⁻2 ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞാലോ L³ ആണ് അല്ലേ. അപ്പൊ എന്താ വരിക? m-1 പ്ലസ് 3 എന്ന് പറയുമ്പോൾ ml² T⁻2 ആണ് എന്ത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഡയമെൻഷനൽ ഫോർമുല. ഓക്കെ, ഇനിയോ റൈറ്റ് ഹാൻഡ് സൈഡിന്റെ RHSന്റെ എന്തായിരിക്കും? Fx എന്ന് പറയുമ്പോൾ നമുക്കറിയാം Fൻ്റെത് ml T⁻2 ആണ്. X ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ L ആണ്. അപ്പൊ എന്ത് കിട്ടും? ml² T⁻2. therefore this equation is dimensionally correct ആണ് നമുക്ക് പ്രൂവ് ചെയ്യാം. ലോജിക്കലി അല്ലെ തിയററ്റിക്കലി ഇത് കറക്റ്റ് ആണോ അല്ലോ ഒന്നും നമുക്ക് അറിയില്ല കേട്ടോ. തിയററ്റിക്കലി ഇത് കറക്റ്റ് ആണോ എന്നൊന്നും നമുക്ക് അറിയില്ല. ഡയമെൻഷനലി ഇക്വേഷൻ കറക്റ്റ് ആണ്. ഓക്കെ, ഇനി തിയററ്റിക്കലി എന്ത് ചെയ്താൽ മതി? പ്രൂവ് ചെയ്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എങ്ങനെയാ ചെയ്യാന്നുള്ളത്? അങ്ങനെയാണെങ്കിൽ ഇത് നോക്ക് കണ്ടോ, കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ ക്യാൻ ബി ചെക്ക് ഫസ്റ്റ്. ഇത് നമ്മൾ ചെയ്ത ഇക്വേഷൻ ആണ്. നമ്മൾ കുറച്ച് നേരം മുമ്പ് എനർജി കണ്ടുപിടിക്കാൻ ഉപയോഗിച്ച ഇക്വേഷൻ ആണ്. ഇവിടെ എന്ത് ചെയ്തത്? കറക്റ്റ്നെസ്സിന് വേണ്ടി ചെക്ക് ചെയ്യുന്നത്. നിങ്ങളൊന്ന് വേഗം ചെയ്യും. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോട്ടോ, ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യാണ്, അതിൻ്റെ നിങ്ങൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണം. ഹാഫ് mv² എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻ, ഹാഫിന് ഡയമെൻഷൻ ഇല്ല. മാസിൻ്റെത് m ആണ്. v² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LT⁻1 അല്ലെ, സ്ക്വയർ ആണ്. അപ്പം എന്ത് സംഭവിക്കും? m
ഇത് എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2 ആവും. അപ്പം എന്താ വരിക? എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2. ഇതാണ് എന്ത്? ഇതാണ് ഡയമെൻഷൻ്റെ സോറി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ഡയമെൻഷൻ. റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെതോ എം ജി എച്ച് ആണ്. എം ജി എച്ചിൻ്റെ ഡയമെൻഷൻ എന്താ? എം ജി എച്ചിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ മാസ് ജിൻ്റെത് എൽ ടി മൈനസ് 2 എച്ചിൻ്റെത് എൽ. അപ്പം എന്താണ്? മാസ് വെറും എം തന്നെയുള്ളൂ. എൽ ഇൻറ്റു എൽ എന്ന് പറയുമ്പോൾ എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2. അപ്പം എന്താണ്? രണ്ടും ഈക്വൽ ആണ്. Therefore, this is also dimensionally correct. Most of the cases dimensionally correct ആ വരുന്നത് കേട്ടോ. മാർച്ച് 2020 ഈ കഴിഞ്ഞ വർഷത്തെ ഫൈനൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷത്തെ ഫൈനൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ് 3. ഫസ്റ്റ് എന്താ? ഫസ്റ്റ് എപ്പോഴാ ക്വസ്റ്റ്യൻ ഉണ്ട്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ. ഓക്കെ, ഇനി എന്താ തന്നിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ദ വോളിയം ഓഫ് വാട്ടർ ഫ്ലോയിങ് ഔട്ട് ത്രൂ എ പൈപ്പ് ഇൻ എ ഗിവൺ ടൈം ഈസ് volume is equal to KA square UT എന്ന് പറഞ്ഞു. where A is the area of cross section of the pipe, U is the speed of flow, T is the time and K is a dimensionless constant. K യുടെ ഡയമെൻഷൻ നമുക്ക് അറിയില്ല. ഓക്കെ, ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ ചെക്ക് ചെയ്യാനാണ്. ഇതുവരെയുള്ള ഒക്കെ ശരിയായിരുന്നു നമ്മളല്ലേ. ഫസ്റ്റ് എൽ എച്ച് എസിന്റെ എടുക്കാം. എൽ എച്ച് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എന്താ? വി ഈസ് വോളിയം ആണ്. വോളിയത്തിന്റെ ഡയമെൻഷൻ എന്താ? എൽ ക്യൂബ് ആണ്. വോളിയത്തിന്റെ ഡയമെൻഷൻ എൽ ക്യൂബ് ആണ്. ഇനി ആർ എച്ച് എസ് എടുത്തോ. ആർ എച്ച് എസിൽ എന്താ സംഭവിക്കുന്നത്? ആർ എച്ച് എസിൽ കെ എ സ്ക്വയർ യു ടി. കെ എ സ്ക്വയർ യു ടി ആണ്. കെക്ക് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. എ എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയന്റെ ഓൾറെഡി ഡയമെൻഷൻ എൽ സ്ക്വയർ ആണ്. അതിന്റെ കൂടെ ഒരു സ്ക്വയറും കൂടെ വേണം അല്ലെ. ഏരിയ സ്ക്വയർ ആകുമ്പോൾ എൽ സ്ക്വയറിന്റെ കൂടെ ഒരു സ്ക്വയറും കൂടി. യു എന്ന് പറഞ്ഞാലോ സ്പീഡ് ഓഫ് ഫ്ലോ ആണ്. എന്തിന്റെ സ്പീഡ് ആണെങ്കിലും അതിന്റെ ഡയമെൻഷൻ എൽ ടി റേസ് ടു മൈനസ് 1 ആണ്. ആൻഡ് ടി എന്ന് പറഞ്ഞാൽ ടൈം ആണ്. സോ ടൈമിന്റെ ഡയമെൻഷൻ ടി ആണ്. അപ്പൊ എന്താ കിട്ടുക? എൽ റേസ് ടു 4 ഇൻറ്റു എൽ ടി റേസ് ടു മൈനസ് 1 ഇൻറ്റു ടി കിട്ടും. അപ്പൊ എന്താ കിട്ടുക? എൽ റേസ് ടു 5 കിട്ടും അല്ലെ. 4 ഇൻറ്റു എൽ എന്നാണ്. ടി റേസ് ടു മൈനസ് 1 ഇൻറ്റു ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി റേസ് ടു 0 ആണ്. അപ്പൊ എൽ റേസ് ടു 5 ആണ് നമുക്ക് ആർ എച്ച് എസിന്റെ കിട്ടിയത്. അതിന്റെ അർത്ഥം എന്താ? എൽ എച്ച് എസ് എൽ ക്യൂബ് ആണ്, ആർ എച്ച് എസ് എൽ റേസ് ടു 5 ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? അതുകൊണ്ട് തന്നെ ഇത് ഡയമെൻഷനലി കറക്റ്റ് അല്ല. ഡയമെൻഷനലി എന്തല്ല? ഈ ഇക്വേഷൻ കറക്റ്റ് അല്ല. എവിടെയോ മിസ്റ്റേക്ക് ഉണ്ട്. എന്താ മിസ്റ്റേക്ക് പറ്റിയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ഇക്വേഷൻ എങ്ങനെയായിരുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഡയമെൻഷനലി കറക്റ്റ് ആക്കാൻ പറ്റുക? ഡയമെൻഷൻ എങ്ങനെ കറക്റ്റ് ആക്കാം? ഈ എ സ്ക്വയർ ഇല്ലായിരുന്നെങ്കിൽ ഓർ സ്ക്വയർ ഇല്ലായിരുന്നു ഇതെന്താണ്? എൽ സ്ക്വയർ മാത്രമേ. അപ്പൊ എന്താവും? എൽ ക്യൂബ് മാത്രമായിരുന്നു അല്ലേ. അപ്പൊ എവിടെയോ അവരോട് എഴുതുമ്പോൾ തെറ്റിപ്പോയതാണ്. ഈ ക്വസ്റ്റ്യൻ എന്താ? ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2010 ഞാൻ കണ്ടിട്ട് സെയിം ക്വസ്റ്റ്യൻ എന്താണ്? ഒരാളുടെ പൈപ്പും കൊണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എ കമ്പനി സേസ് ദാറ്റ് പറഞ്ഞിട്ടുള്ളതുണ്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യനോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? Using the principle, check whether the equation F is equal to 2Lg. F എന്ന് പറഞ്ഞാൽ ഫോഴ്സ് അല്ല കേട്ടോ ഇവിടെ. ഈസ് ഡയമെൻഷനലി കറക്റ്റ്. F is frequency. ഫ്രീക്വൻസിന്റെ നമുക്കറിയാം F is equal to 1/t ആണ്. അപ്പൊ എന്തായിരിക്കും? ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ടി റേസ് ടു മൈനസ് 1 ആണ്. ഈ കളർ കാണുന്നില്ല അല്ലെ. ടി റേസ് ടു മൈനസ് 1 ആണ് എന്ത്? ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? എൽ ജി ഇതും കറക്റ്റ് ആണോ എന്ന് നോക്കാം. F is equal to 2Lg എന്ന് പറഞ്ഞാൽ F is equal to 2Lg. F is equal to 2Lg ആവോ? ഇല്ല. കാരണം അല്ല, 2യുടെ ഡയമെൻഷൻ എന്താ? എൽ എച്ച് എസിന്റെ ഡയമെൻഷൻ നമ്മളിപ്പോ കണ്ടു ടി റേസ് ടു മൈനസ് 1 ആണ്. ഇനിയോ ആർ എച്ച് എസിന്റെ 2ന് പ്രത്യേകിച്ച് ഡയമെൻഷൻ ഒന്നുമില്ല. ലെങ്ത്തിന്റെ ഡയമെൻഷൻ എന്താ? എല്ലിന്റെ ഡയമെൻഷൻ എന്താണ്? വെറും എൽ ആണ്. ആക്സിലറേഷന്റെ ഡയമെൻഷനോ? ആക്സിലറേഷന്റെ ഡയമെൻഷൻ എൽ ടി റേസ് ടു മൈനസ് 2 ആണ്. അപ്പൊ ഷുവർ ആണ് എന്ത്? ആർ എച്ച് എസ് എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് 2 ആണ്. Therefore, this is dimensionally not correct. ഓക്കെ, ഇനി ഇതിന്റെ രണ്ടാമത്തെ പാർട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ പോലെ അല്ലെ. വേറൊരു 3 ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത് V is equal to AT square plus BT എന്നാണ് പറഞ്ഞത്. V is equal to AT square plus BT. അങ്ങനെയാണെങ്കിൽ
എയുടെ ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് എ ആൻഡ് ബി. ഇങ്ങനത്തെ കേസിൽ ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇത്തവണ എന്തുണ്ട് 3 ടൈപ്പ് ക്വസ്റ്റ്യൻ പഠിച്ചാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് 2 ടൈപ്പ് എങ്കിലും ഇതിൽ നിന്ന് ചോദിക്കും കേട്ടോ, ഈ ഡയമെൻഷന്റെ ഭാഗത്ത് നിന്ന്. ഈ രണ്ടാമത്തെ വി ഈസ് ഈക്വൽ ടു എ ടി സ്ക്വയർ പ്ലസ് ബി ടി, എ ടി സ്ക്വയർ പ്ലസ് ബി ടി എന്ന ഇക്വേഷൻ. അതിൽ വി എന്താ വെലോസിറ്റിയാണ്. അതിൽ എയുടെയും ബിയുടെയും ഡയമെൻഷൻ കാണാനാണ്. നമുക്കറിയാം എന്ത്, ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെങ്കിൽ എന്താണ്, ഈ വെലോസിറ്റിയുടെ ഡയമെൻഷൻ തന്നെയായിരിക്കും എ ടി സ്ക്വയർക്ക് ഉണ്ടാവുക, ബി ടിക്ക് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അല്ലേ. അപ്പൊ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്താ, എൽ ടി റേസ് ടു മൈനസ് 1 ആണ്, എൽ ടി റേസ് ടു മൈനസ് 1 ആണ്. ഓക്കെ, അത് തന്നെ ആയിരിക്കും എന്ത്, ഡയമെൻഷൻ ഓഫ് എ ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയർ. അതിന്റെ ഡയമെൻഷൻ നമുക്കറിയാം ടി സ്ക്വയർ ആണെന്ന്. ഓക്കെ, കറക്റ്റ് അല്ലേ. അതായത് എൽ ടി റേസ് ടു മൈനസ് 1 ആയിരിക്കും എ ടി സ്ക്വയറിന്റെ ഡയമെൻഷൻ, ഡയമെൻഷൻ ഓഫ് എ ഇൻറ്റു ഡയമെൻഷൻ ഓഫ്, ഇത് ഡയമെൻഷൻ ഓഫ് എ തന്നെയാണ് നിങ്ങൾ വായിക്കേണ്ടത്, ആംബിയർ എന്നല്ല കേട്ടോ, ടി സ്ക്വയർ. ഓക്കെ, ടി സ്ക്വയറിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പൊ എന്താ ഡയമെൻഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇതിങ്ങോട്ട് താഴേക്ക് എടുത്താൽ മതി അല്ലേ, എൽ ടി റേസ് ടു മൈനസ് 1 ബൈ ടി സ്ക്വയർ ഈക്വൽ ടു ആയിരിക്കും എന്ത്, ഡയമെൻഷൻ ഓഫ് എയുടെ ഡയമെൻഷൻ ഉണ്ടാവുക. അതെന്താണ്, എൽ ടി റേസ് ടു മൈനസ് 3 ആണ് എന്ത്, എയുടെ ഡയമെൻഷൻ. അങ്ങനെയാണ് ബിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും, നിങ്ങളൊന്ന് കണ്ടുപിടിച്ചാൽ ബിയുടെ ഡയമെൻഷൻ എന്തായിരിക്കും, ബിയുടെ ഡയമെൻഷൻ എന്താ വരിക, ബിയുടെ ഡയമെൻഷൻ എന്തായിരിക്കണം, ബി ടി എന്നുള്ള ടേം. ഇത് ശരിക്കും നിങ്ങൾ നോക്കാതൊക്കെ കണ്ടുപിടിക്കുന്ന കുട്ടികളുണ്ടാകും കേട്ടോ. നിങ്ങൾ ഇതിപ്പോ ഇതിന്റെ സ്ട്രീമിന്റെ ഇടയ്ക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ആൻസേഴ്സ് വന്നുകൊണ്ടേയിരിക്കും. കാരണം ഇത് ബേസിക്കലി ലോജിക്കാണ്. നിങ്ങൾക്ക് ഇൻ കേസ് ഇത് മനസ്സിലായിട്ടില്ലെങ്കിലും ദ തിങ് ഈസ് ദാറ്റ് ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സ്ട്രീം ആയിട്ട് ഇതിന്റെ നോട്ട്സ് ഒന്ന് എടുത്തു നോക്കാം നമ്മളെ ആപ്പിൽ നിന്ന്, എന്തായാലും നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലാവും. ഇത് മനസ്സിലാവാതെ പോവരുത്. ഓക്കെ, അപ്പൊ ബി ടിയുടെ ഡയമെൻഷൻ എന്തായിരിക്കും, എൽ ടി ഡയമെൻഷൻ ഓഫ് ബി ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടിയുടെ നമുക്ക് ഓൾറെഡി അറിയാം ടൈമാണ്, ഈക്വൽ ടു എന്തായിരിക്കണം, എൽ ടി റേസ് ടു മൈനസ് 1 ആയിരിക്കണം. അപ്പൊ ഡയമെൻഷൻ ഓഫ് ബി എന്താ, ഡയമെൻഷൻ ഓഫ് ബി എന്ന് പറയുന്നത് എൽ ടി റേസ് ടു മൈനസ് 1 ബൈ ടി ആണ്. അതെന്തായിരിക്കും, എൽ ടി റേസ് ടു മൈനസ് 2. അപ്പൊ ബി ടി എന്ന് പറയുന്നത് വേണമെങ്കിൽ എന്തായിരിക്കും, നമുക്ക് ആക്സിലറേഷൻ ആണെന്നൊക്കെ പറയാം അല്ലെ. എൽ ടി റേസ് ടു മൈനസ് 1 ആണ് എന്ത്, ഡയമെൻഷൻ ഓഫ് ബി. റെഡി ആണല്ലോ, കറക്റ്റ്, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലെ വേറൊന്ന് ചോദിച്ചതാണ്, ഡയമെൻഷണൽ കറക്റ്റ്നെസ്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇൻ മീറ്റർ ആൻഡ് ടി ഇസ് ഇൻ വാട്ട് വിൽ ബി ദ ഡയമെൻഷൻ ഓഫ് ബിയുടെ ഡയമെൻഷൻ മാത്രമാണ് ചോദിച്ചത്. എയുടെയും ബിയുടെയും സിയുടെയും ചോദിച്ചില്ല. നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ 3ഉം കണ്ടു കളയാം. അതോടുകൂടി നിങ്ങൾക്ക് എന്തായിരിക്കും, അതിന്റെ ക്ലിയർ ആയിക്കോളും ഈ ഡയമെൻഷന്റെ അനാലിസിസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. എക്സ് മീറ്റർ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഡയമെൻഷൻ ലെങ്ത് ആണ്. അതായിരിക്കും എന്ത്, എയുടെ ഡയമെൻഷൻ അല്ലെ, ഡയമെൻഷൻ ഓഫ് എ. ദെർഫോർ എയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ലെങ്ത് ആയിരിക്കും. കാരണം ഇതിലെ ഓരോ ടേമിന്റെ ഡയമെൻഷനും ഈ ടേമിന്റെയും 3ന്റെ ഡയമെൻഷൻ എൽ തന്നെ ആയിരിക്കണം. അതാണ് എന്ത്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻ പറയുന്നത്. അപ്പോൾ എയുടെ ഡയമെൻഷൻ എന്താണ്, എൽ ആണ് എന്നുള്ള കാര്യം ഷുവർ ആണ് അല്ലെ. എയുടെ ഡയമെൻഷൻ എൽ ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ബി ടിയുടെ ഡയമെൻഷൻ എന്തായിരിക്കണം, ഡയമെൻഷൻ ഓഫ് ബി പ്ലസ് ടിയുടെ ഡയമെൻഷൻ നമുക്കറിയാം, അതും എന്തായിരിക്കും, എൽ ആയിരിക്കും. അപ്പൊ ഡയമെൻഷൻ ഓഫ് ബി എന്താ വരിക, ഡയമെൻഷൻ ഓഫ് ബി എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് എൽ ബൈ ടി ആണ്, ഓർ എന്താ, എൽ ടി റേസ് ടു മൈനസ് 1 ആണ്. സിമിലർലി സിയുടെ ഡയമെൻഷൻ എന്തായിരിക്കും, ഡയമെൻഷൻ ഓഫ് സി ഇൻറ്റു ടി സ്ക്വയർ അല്ലെ, ഇസ് ഈക്വൽ ടു എൽ ആണ്. അങ്ങനെയാണെങ്കിൽ സി ഇൻറ്റു ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ എന്നാണെങ്കിൽ എന്താ, ഡയമെൻഷൻ ഓഫ് സി എന്ന് പറയുന്നത് എൽ ബൈ ടി സ്ക്വയർ ആയിരിക്കും. അതെന്ത് വരും, എൽ ടി റേസ് ടു മൈനസ് 2 വരും ഡയമെൻഷൻ ഓഫ് സി. ഓക്കെ അല്ലേ, റെഡി ആണോ? അപ്പൊ 2 ടൈപ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ എന്താന്ന് വെച്ചാൽ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യലാണ്. അതായത്
ഡയമെൻഷന്റെ ഏറ്റവും അവസാനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലെ അവസാനത്തെ ആപ്ലിക്കേഷൻ ആണ്. വേറൊരു ആപ്ലിക്കേഷൻ കൂടി ഉണ്ട്, എന്ത് യൂണിറ്റ് കൺവേർഷൻ. പക്ഷെ അതെന്തല്ല ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. മാത്രമല്ല നമുക്ക് എന്താണ് FPS MKS ഒന്നും നമുക്ക് ഇക്കൊരു പഠിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് എന്താണ് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയില്ല. സോ എന്താണ് ഇവിടെ ടൈം പീരീഡിന്റെ കേസിൽ ഇതിന്റെ കേസിൽ ഈ 3 ടൈപ്പിൽ നിന്നും 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സാധാരണ 1 വരാറ്, ചിലപ്പോൾ 2 വരാറുണ്ട്. ഇത്തവണ എന്താ 2 ടൈപ്പ് എന്തായാലും വന്നിരിക്കും. 3ാമത്തെ ടൈപ്പാണ് നമ്മൾ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ ടെമ്പർ. ഇതാണ് സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം L ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G. ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ, അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്, ലെങ്ത്തും അതേപോലെ തന്നെ ഗ്രാവിറ്റിയും തമ്മിലാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് ടൈം പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് നമുക്ക് എന്ത് ചെയ്താം, ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എഴുതുന്നുണ്ട്, ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് റേസ് ടു ഏതോ ഒരു ക്വാണ്ടിറ്റി എ. ലെങ്ത് റേസ് ടു എന്തോ ആണ്, അതേപോലെ തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി റേസ് ടു വേറെന്തോ ആണ്. അതാണ് എന്ത് നമുക്ക് കിട്ടേണ്ട ഇക്വേഷൻ. അതെന്താന്ന് നമുക്കറിയാം. എന്താന്ന് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റുക, ഈ എയും ബിയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക, നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഒഴിവാക്കാൻ വേണ്ടി അത് നമുക്കറിയാം. പ്രൊപ്പോർഷണാലിറ്റി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കോൺസ്റ്റന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓർ നമുക്ക് എന്ത് ചെയ്യാം, T is equal to K into L raised to A G raised to B. ഓക്കെ, റൈറ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് ആ കോൺസ്റ്റന്റ് നമ്മൾ എന്ത് ചെയ്യാണ്, അല്ലേ വേണ്ട, ആ സ്റ്റെപ്പിന്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇത് എഴുതുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ടൈം പീരീഡിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T ആണ്. ടൈം പീരീഡിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T ആണ്. നമുക്കറിയാം എന്ത്, ഈ L raised to A യും G ഇവിടുത്തെ നമ്മൾ മിക്ക കേസിലും നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ കോൺസ്റ്റന്റ് ഓഫ് ദ പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും 1 ആണ് എടുക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഇക്വേഷൻ അവിടെ ഞാൻ പെട്ടെന്ന് സ്റ്റക്കായി പോയത്. ചില കേസിൽ എന്താ നമ്മളെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിനൊക്കെ നമുക്ക് എന്തുണ്ട്, നമുക്ക് ഡയമെൻഷൻ വരുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇവിടുത്തെ കേസിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓസിലേഷൻ പഠിച്ച കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇതിന്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാം, ഇത് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഇത് ഒഴിവാക്കിക്കൊണ്ട് അതിന് ഡയമെൻഷൻ ഇല്ല എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം എന്ത്, ഈ ടിയുടെ ഡയമെൻഷൻ എന്താണോ അത് തന്നെയായിരിക്കും L raised to A G raised to B യുടെ ഡയമെൻഷൻ അല്ലേ. കാരണം എന്താ, ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഡയമെൻഷൻ ഓഫ് ടി തന്നെയായിരിക്കും എന്തുണ്ടാവുക, ഡയമെൻഷൻ ഓഫ് L raised to A G raised to B ഉണ്ടാവുക. ഇതിൽ നമുക്കറിയാം എല്ലിന്റെ ഡയമെൻഷൻ എന്താ, L എന്താ, ലെങ്ത് ആണ്. ലെങ്ത്തിന്റെ ഡയമെൻഷൻ എന്താ, L ആണ് അല്ലെ. അപ്പം L raised to A ആണ്. ജിയുടെ ഡയമെൻഷനോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയമെൻഷൻ നമുക്കറിയാം LT raised to -2 raised to B ആണ് എന്ത്, ടൈം പീരീഡിന്റെ ഡയമെൻഷൻ T ആണ്. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെയാണ് വീണ്ടും നമ്മളുടെ എന്തുണ്ട് എക്സ്പോണൻസിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇത് ഒരു സ്റ്റെപ്പും കൂടെ എഴുതിയിട്ട് നമുക്ക് ഒന്നുകൂടെ ശരിയാക്കട്ടോ. T is equal to L raised to A ഇതെന്താവും L raised to B into T raised to -2B എന്നാവും അല്ലേ. ഇത് വീണ്ടും എഴുതുകയാണെങ്കിൽ നമുക്ക് L raised to A plus B into T raised to -2B which is equal to T. അതായത് ഈ ഒരു ഇക്വേഷൻ ഇത് വീണ്ടും എക്സ്പോണൻസിന്റെ കൺസെപ്റ്റ് ആണ്. ഈ ഇക്വേഷൻ കറക്റ്റ് ആവണമെങ്കിൽ എന്താണ്, T raised to 1 അല്ലേ ഇത്, T raised to 1 is equal to T raised to -2B ആയിരിക്കും, ഓർ 1 is equal to -2B എന്നുള്ള നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് ഇക്വേഷൻ. ഇത് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ രണ്ട് ഇക്വേഷൻ ഉണ്ട് ഇത് ചെയ്യാൻ പറ്റും. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എല്ലിന്റെ പവർ എത്ര, L raised to 0 ആണ് അല്ലെ. അതിൽ നമുക്ക് എന്ത് മനസ്സിലാവും, L raised to A plus B is equal to L raised to 0 ആയിരിക്കണം, ഓർ എന്താണ് A plus B is equal to 0 ആണ്. എന്നാൽ മാത്രമേ ഇക്വേഷൻ കറക്റ്റ് ആവുള്ളൂ. കാരണം എന്താ, ഇവിടെ ലെങ്ത്തിന് എന്തില്ല, പവർ ഒന്നുമില്ല. അപ്പൊ ഇവിടെയുള്ള ഈ A plus B എന്തായിരിക്കണം, L raised to A plus B എന്തായിരിക്കണം, 0 ആയിരിക്കണം. അതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇതേപോലെ സെക്കൻഡ് ഇക്വേഷൻ വരുന്നത് എന്താ, ടിയുടെ പവർ 1 ആണ്. അതിൽ നമുക്ക് എന്ത് മനസ്സിലാവാം, 1 is equal to -2B ആയിരിക്കും. 1 is equal to -2. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എൻ്റെയും ബിയുടെ വാല്യൂ കിട്ടും. ഈ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം, 1 is equal to -2B ആയതുകൊണ്ട് തന്നെ B is equal to
മൈനസ് 1/2 ആണ്. ബി ഇസ് ഈക്വൽ ടു 1/2 മൈനസ് 1/2 ആണെങ്കിൽ എ എന്തായിരിക്കും? എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 0. അപ്പം ഇത് മൈനസ് 1/2 ആണെങ്കിൽ എ എന്തായിരിക്കും? പ്ലസ് 1/2 ആയിരിക്കും. പ്ലസ് 1/2 ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരത്തെ നമ്മളുടെ ഇക്വേഷനിൽ എന്ത് കിട്ടി? ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L raised to 1/2 into G raised to 1/2. ഈ 1/2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? G raised to 1/2 ആണ്. G raised to minus 1/2 ആണ്. G raised to minus 1/2 എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം L raised to 1/2 by G raised to 1/2 ആണ്. മൈനസ് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഡിവൈഡഡ് ബൈ ആണ് ആവുക എന്നുള്ളത്. അതിൽ നിന്ന് വേണേൽ നമുക്ക് എന്ത് ചെയ്യാം? 1/2 നമുക്കറിയാം സ്ക്വയർ റൂട്ടിനാണ് 1/2 എന്ന് പറയാം. അപ്പൊ എന്താണ്? റൂട്ട് ഓഫ് എൽ ബൈ റൂട്ട് ഓഫ് ജി ആണ് എന്ത്? ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അല്ലെ? ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് എൽ ബൈ റൂട്ട് ഓഫ് ജി ആണ്. ഓർ എന്താണ്? ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് എൽ ബൈ ജി ആണ്. ഓക്കെ. ആൻഡ് നമുക്ക് ആ കോൺസ്റ്റന്റ് അറിയാം. എന്ത്? ഓസിലേഷൻ പഠിച്ച കുട്ടികളെ ടി ഈസ് ഈക്വൽ ടു 2π റൂട്ട് ഓഫ് എൽ ബൈ ജി. അതാണ് എന്ത്? ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ബൈ ജി എന്നുള്ള നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തിരിക്കുന്നത്. ഓർ ഇതിന്റെ എന്താണ്? ഇക്വേഷൻ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുകയാണ്. എന്ത്? ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ചിട്ട്. അങ്ങനത്തെ 2 ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. നോക്ക്. ദ സെൻട്രൽ പെറ്റൽ ഫോഴ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ മാസ് ഓഫ് ദ ബോഡി, വെലോസിറ്റി ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത്. ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ ദ സെൻട്രൽ പെറ്റൽ ഫോഴ്സ് ആണ്. സെൻട്രൽ പെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? മാസ് ഓഫ് ദ ബോഡി, വെലോസിറ്റി ഓഫ് ദ ബോഡി ആൻഡ് റേഡിയസ് ആണ്. ഓക്കെ. മാസ് റേസ് ടു എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് എ കൊടുക്കാം, വെലോസിറ്റി റേസ് ടു ബി കൊടുക്കാം, റേഡിയസ് റേസ് ടു സി കൊടുക്കാം. ഇനി എന്ത് ചെയ്യാം? നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യാറ്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഫോഴ്സിൻ്റെത് ഡയമെൻഷൻ കൊടുക്കുക. എം എൽ ടി റേസ് ടു -2 ആണ് ഈക്വൽ ടു എം റേസ് ടു എ എന്ന് പറയുന്നത് മാസിന്റെ ഡയമെൻഷൻ നമുക്കറിയാം എം തന്നെയാണ്. എം റേസ് ടു എ. വെലോസിറ്റിയുടെ ഡയറക്ഷൻ എൽ ടി റേസ് ടു -1 ആണ്, റേസ് ടു ബി ആണ്. റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ആണ്, റേസ് ടു സി ആണ്. ഓക്കെ. ഇതെന്താ? m raised to a, l raised to b, t raised to -b, l raised to c ആവും. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇതെല്ലാം കമ്പൈൻ ചെയ്യുമ്പോൾ m raised to a, l raised to b plus c അല്ലേ? b plus c into t raised to -b. ഇതാണ് എന്ത്? ഈക്വൽ ടു m l raised to ml t raised to -2 ആണ്. ഇത് നമുക്ക് എന്ത് മനസ്സിലാവും? ഇത് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എ ഇസ് ഈക്വൽ ടു 1 ആണ്. കാരണം എന്താ? ഇവിടെ എ ആണുള്ളത്, ഇവിടെ എം റേസ് ടു 1 ആണ്. സോ എ ഈക്വൽ ടു 1 നമുക്ക് കിട്ടും. അതേപോലെ തന്നെ മൈനസ് ബി ഇസ് ഈക്വൽ ടു -2 എന്നാണ്. മൈനസ് ബി ഇസ് ഈക്വൽ ടു -2 എന്നാണെങ്കിൽ എന്താണ്? ബി ഇസ് ഈക്വൽ ടു 2 കിട്ടും. ബി ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. പിന്നെയോ? പിന്നെ എന്താ കിട്ടുക? പിന്നെ ഇതെന്നോട് തെറ്റിപ്പോന്നില്ല അല്ലേ? ഇല്ലല്ലേ. ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 1 ആണ്. ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 1 ആണ്. അതിൽ സി ബി നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ദെർഫോർ സി എന്താണ്? സി ഇസ് ഈക്വൽ ടു എന്താ വരിക? 1 - 2 ഓർ -1 കിട്ടും. ഇനി നിങ്ങൾ ഈ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്ക്. ഈ ഇക്വേഷൻ എ കിട്ടി, ബി കിട്ടി, സി കിട്ടി. അപ്പൊ എന്താണ്? എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം റേസ് ടു എ എന്ന് പറഞ്ഞാൽ മാസ് റേസ് ടു 1, വെലോസിറ്റി റേസ് ടു വി സ്ക്വയർ ബൈ r raised to -1. എന്തായിരുന്നു? m v സ്ക്വയർ r raised to -1 ബൈ r. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ കേസിൽ f is equal to mv സ്ക്വയർ ബൈ r എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. എങ്ങനെയാ നമുക്ക് കിട്ടിയ? ഈ സ്റ്റെപ്പുകൾ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കണേ. ഒന്ന് ശരിക്കും നോക്കി നോക്കി ഈ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ ഓരോന്നിനും അസ്യൂം ചെയ്യാണ് എം റേസ് ടു എ, വി റേസ് ടു ബി, ആർ റേസ് ടു സി എന്നുള്ള പവറിലാണ് അത് ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഡയമെൻഷൻ കമ്പയർ ചെയ്യും. ഫോഴ്സിന്റെ ഡയമെൻഷൻ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതി എം എൽ ടി റേസ് ടു -2 എന്ന് എഴുതി. പിന്നെ എന്താ? എം റേസ് ടു എ ആണ്, മാസിന്റെ ഡയമെൻഷൻ എം ആണ്, വെലോസിറ്റി എൽ ടി -1 ആണ്, ഇൻറ്റു ബി റേസ് ടു ബി, റേഡിയസ് എന്ന ലെങ്ത് ആണ്, റേസ് ടു സി എടുക്കുന്നു. എം റേസ് ടു എ, എൽ ബി ഇൻറ്റു ടി റേസ് ടു -b, എൽ സി കമ്പൈൻ ചെയ്യുന്നു. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കമ്പയർ ചെയ്യാണ്. ഇതിൽ ഭയങ്കരമായിട്ട് എക്സും വൈയും കാണേണ്ട ആവശ്യമൊന്നും സാധാരണ വരല്ല കേട്ടോ. നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. പക്ഷെ ആ നോക്കുന്നതിന്റെ കൺസെപ്റ്റാണ് എക്സ്പോണൻസിൽ വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഏറ്റവും അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു? എ ബി സിയുടെ വാല്യൂ ഇടുന്നു. റേസ് ടു മൈനസ് ആണെങ്കിൽ അത് താഴെ കൊണ്ടുവരുന്നു. താഴെ കൊണ്ടുവന്നിട്ടില്ല പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എന്താണ്? നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന രീതിയിൽ എഫ് ഇസ് ഈക്വൽ ടു അല്ലെ എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം വി സ്ക്വയർ ബൈ ആർ നമ്മൾ കൊടുക്കുന്നു. ഓക്കെ. അടുത്തത്
വെലോസിറ്റി ഓഫ് സൗണ്ട് ഡിപ്പെൻഡ് അപ്പോൺ ഡെൻസിറ്റി. ഡെൻസിറ്റിയിലാണ് ഒന്ന് സൗണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് എന്താ? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഭാഗ്യത്തിന് എന്തുണ്ട്? ഡയമെൻഷൻ ഫോർമുല മോഡുലസ് ഇലാസ്റ്റിസിറ്റി തന്നിട്ടുണ്ട്. എപ്പോഴും തരും കേട്ടോ, നമുക്ക് അറിയാത്ത പാർട്ടാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ അത് ഏത് പ്രിൻസിപ്പിൾ ആണെന്ന ഫസ്റ്റ്. രണ്ടാമത്തെ, യൂസിങ് ദി അബോവ് പ്രിൻസിപ്പിൾ അറൈവ് അറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ വെലോസിറ്റി ഓഫ് സൗണ്ട്. വെലോസിറ്റി ഓഫ് സൗണ്ടിന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കണം. അവ എന്താ ചെയ്യാം? വെലോസിറ്റി ഓഫ് സൗണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ റോ റേസ് ടു എ എന്ന് എഴുതുന്നു, പിന്നെ ഇ റേസ് ടു ബി എന്ന് എഴുതുന്നു അല്ലേ. വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമുക്കറിയാം, LT റേസ് ടു -1 ആണ്. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ്, മാസ് പെർ വോളിയം ആണ്, ML റേസ് ടു -3. റോ ഡെൻസിറ്റി എന്നല്ലേ തന്നെ? യെസ്. റേസ് ടു എ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇതെനിക്ക് അറിയുന്നില്ല കേട്ടോ, ഞാൻ അതിൽ എന്താണോ തന്നെ അതങ്ങനെ തന്നെ എടുത്തതാണ്. റേസ് ടു ബി. ഇനി എന്താ ചെയ്യാം? ഇതെല്ലാം കമ്പൈൻ ചെയ്യുന്നു. M റേസ് ടു എ L റേസ് ടു -3a ഇൻറ്റു M റേസ് ടു ബി L റേസ് ടു -b T റേസ് ടു -2b. അടുത്ത സ്റ്റെപ്പിൽ എല്ലാം കൂടെ ഒന്നും കൂടെ കമ്പൈൻ ചെയ്താൽ M റേസ് ടു a പ്ലസ് ബി ഇൻറ്റു L റേസ് ടു -3a -b ഇൻറ്റു T റേസ് ടു -2b. ഇത്രയാണ് എന്തുള്ളത് നമുക്ക് ഇക്വേഷൻ. ഇതാണ് എന്തുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്? LT റേസ് ടു -1 ആയിട്ട് കമ്പയർ ചെയ്യേണ്ടത്. ഇത് നമുക്ക് എന്ത് മനസ്സിലാവും? ആകെ ഫസ്റ്റ് കണ്ടിരിക്കാൻ പറ്റുക T റേസ് ടു -1 ഈസ് ഈക്വൽ ടു T റേസ് ടു -2b ആണ്. T റേസ് ടു -1 ഈസ് ഈക്വൽ ടു T റേസ് ടു -2b ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? -1 ഈസ് ഈക്വൽ ടു -2b എന്ന് കിട്ടും, ഓർ b ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ ഇക്വേഷൻ നോക്കിയാൽ മതി അല്ലേ. a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും, ഇത് 0 ആയിരിക്കും, ഓർ a ഈസ് ഈക്വൽ ടു എന്താണ്? -1/2 ആയിരിക്കും. a ഈസ് ഈക്വൽ ടു -1/2 ആയിരിക്കും അല്ലേ. b 1/2 അല്ലേ? യെസ്. a ഈസ് ഈക്വൽ ടു -1. അതിൽ നമുക്ക് എന്ത് കിട്ടും? അതിന് നമുക്ക് വെലോസിറ്റി കൊടുക്കാം. വെലോസിറ്റി ഇസ് ഡയറക്ട്ലി ഈക്വൽ ടു അല്ല കേട്ടോ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റോ റേസ് ടു -1/2 ഇൻറ്റു ഇ റേസ് ടു 1/2. അതെന്താ? ഇ ബൈ റോ, ഇ റേസ് ടു 1/2 ബൈ റോ റേസ് ടു 1/2, അല്ലെങ്കിൽ എന്താ? റൂട്ട് ഓഫ് ഇ ബൈ റോ. ഇങ്ങനെ ഒരു ഇക്വേഷനിലൂടെ എനിക്കറിയില്ല കേട്ടോ വെലോസിറ്റിയുടെ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 3 ആപ്ലിക്കേഷൻ ഓഫ് ഡയമെൻഷൻ കഴിഞ്ഞു. നമ്മൾ ഈ പാഠം പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ചെറിയ സെക്ഷൻ എന്താണ് ഇത് 2010 വളരെ പഴയതാണ്. എന്നാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ടാണ് നമ്മളുടെ ഡയമെൻഷനും SI സിസ്റ്റവും വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് കാണാപ്പാടം പഠിക്കാം. എ ഡയമെൻഷൻ ലെസ് യൂണിറ്റ് ലെസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിരിക്കണം, അതിന്റെ ഡയമെൻഷൻ ഉണ്ടാവരുത്. യൂണിറ്റും ഇല്ലാത്ത ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നിങ്ങൾ കാണാതെ പഠിച്ചോളൂ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വെലോസിറ്റി ഓഫ് ദ ലൈറ്റ് ഇൻ വൺ മീഡിയം ടു വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വൺ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വൺ മീഡിയം ആണ്. നിങ്ങൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ എന്തിട്ടുണ്ട്? ഒപ്റ്റിക്സിൽ പഠിച്ചിട്ടുണ്ട് മുമ്പ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇൻ കേസ് പഠിച്ചിട്ടില്ല നിങ്ങൾ +2 പഠിക്കും. ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് എന്തില്ല? ഡയമെൻഷനും ഇല്ല, കാരണം രണ്ടും വെലോസിറ്റിയാണ്. അപ്പം എന്തായി പോകും? അത് രണ്ടും കട്ടായിപ്പോൾ യൂണിറ്റും ഇല്ല. രണ്ടാമത്തത് എ ഡയമെൻഷണൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ബട്ട് ഹാവിങ് യൂണിറ്റ് ഇൻ SI സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്താണ്? സപ്ലിമെന്ററി യൂണിറ്റിലാണ് വരുന്നതാണ്. ഒന്നുകിൽ റാഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ സ്റ്റെറൈഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും. 2 ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഹാവ് ദ സെയിം ഡയമെൻഷൻ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒന്ന് വർക്കും ഒന്ന് എനർജിയും, രണ്ടിനും ഒരേ ഡയമെൻഷൻ ആണ്. എന്തായിരുന്നു ആ ഡയമെൻഷൻ? ml² T റേസ് ടു -2. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചുമ്മാ കാണാതെ പഠിച്ചോ. അഥവാ ഞാൻ ഇത്രയൊക്കെ പഠിപ്പിച്ചതിന്റെ 1 മാർക്കിന് അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് മിസ്സായി പോരുതെന്ന് കരുതിയിട്ടാണ്. ഓക്കെ, അപ്പം ഈ ചാപ്റ്റർ സംഭവം ഈസിയാണ്. അതായത് ഈ ചാപ്റ്റർ 2 തരം ഇതാണ് ഉണ്ടാവുക കുട്ടികൾക്ക്. ഒന്നെങ്കിൽ ഒരു കുട്ടിക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടാവും, വേറൊരു കുട്ടിക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. മനസ്സിലാവാത്തതിന്റെ കാരണം എന്താണ്? എക്സ്പോണൻസ് എന്നുള്ള പ്രശ്നമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? സീരിയസ് ആയിട്ട് എക്സ്പോണൻസിൽ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും എന്ത് കിട്ടും? എക്സ്പോണൻസ് നല്ല രീതിയിൽ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട്, ഈ വീഡിയോ കഴിഞ്ഞിട്ട് എക്സ്പോണൻസ് പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ഇതിൻ്റെ എന്താ നിങ്ങൾ എടുക്കേണ്ടത്? എക്സ്പോണൻസ് പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ഇതിൻ്റെ നമ്മൾ തന്ന പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. എന്നിട്ട് എക്സാംസും എന്തായാലും അറ്റൻഡ് ചെയ്യുക ഷുവറായിട്ട്. അതായത് ഫിസിക്സിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു സെക്ഷനാണ് എക്സ്പോണൻസ് നിങ്ങൾക്ക് അറിയാവുന്നെങ്കിൽ. അപ്പോൾ എന്തായാലും പഠിക്കുക. ഷുവറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ പാഠത്തിൽ നിന്ന് വരുന്ന ഫുൾ മാർക്ക് കിട്ടും. 3 ആപ്ലിക്കേഷനാണ് ഡയമെൻഷനിലെ. ആ 3 ആപ്ലിക്കേഷനിൽ 2 എന്തായാലും ചോദിച്ചിരിക്കും. ഓക്കെ, അപ്പം ശരി.